നമസ്കാരം, എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അമ്മയുടെ സ്നേഹസ്പർശം പോലെ സുമിക്സ് കിഡ്സ് വെയർ. 7 വർഷമായി പീഡിപ്പിച്ച സന്യാസിയുടെ ജനനേന്ദ്രിയം മുറിച്ചു പെൺകുട്ടിയുടെ പ്രതികാരം. പരിക്കേറ്റ ഗംഗേശാനന്ദ തീർത്ഥപാദർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. ബലാത്സംഗ കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി. പെൺകുട്ടിയെ പ്രകീർത്തിച്ച് മുഖ്യമന്ത്രിയും വിഎസും. നിയമസഹായം നൽകുമെന്ന് വനിതാ കമ്മീഷൻ. കുൽഭൂഷൺ ജാദവ് കേസിൽ രാജ്യാന്തര കോടതിയെ വെല്ലുവിളിച്ചു പാകിസ്ഥാൻ. ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികൾക്ക് കുൽഭൂഷൺ ജാദവിനെ കാണാൻ അനുമതിയില്ല. വധശിക്ഷ സ്റ്റേ ചെയ്ത കോടതി വിധി അംഗീകരിക്കില്ല. പാക് കോടതിക്ക് മുകളിലല്ല മറ്റൊരു കോടതിയുമെന്ന് സർദാർ ജസ്റ്റിസ്. രാഷ്ട്രീയ ജീർണതയിൽ നിന്നും കേരളത്തെ മുക്തമാക്കാൻ കഴിഞ്ഞതാണ് ഭരണ നേട്ടമെന്ന് പിണറായി വിജയൻ. അഴിമതി ആരോപണങ്ങൾ സർക്കാരിനെതിരെ ഉയർന്നില്ല. വിവാദ വിഷയങ്ങളിൽ പ്രതികരണം ഒഴിവാക്കി മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം. വോട്ടിംഗ് യന്ത്രത്തിൽ തിരിമറി നടത്താൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് പരസ്യ വെല്ലുവിളിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ജൂൺ 3 മുതൽ EVM ചലഞ്ചിൽ ദേശീയ സംസ്ഥാന പാർട്ടികൾക്ക് പങ്കെടുക്കാം. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ VVPAT മെഷീനുകൾ ഉപയോഗിക്കാൻ തീരുമാനം. ഹസൻ റുഹാനി ഇറാൻ പ്രസിഡന്റായി തുടരും. യാഥാസ്ഥിതികരെ ബഹുദൂരം പിന്നിലാക്കി മുന്നേറ്റം. റുഹാനിയുടെ വിജയം പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം. പ്രസിഡന്റായ ശേഷമുള്ള ട്രംപിന്റെ ആദ്യ വിദേശ പര്യടനം സൗദിയിൽ. എഡിറ്റേഴ്സ് അവറിലേക്ക് വിശദമായി. ലൈംഗിക പീഡനം തടയാൻ പെൺകുട്ടി സന്യാസിയുടെ ജനനേന്ദ്രിയം മുറിച്ചു. എറണാകുളം കോലഞ്ചേരി സ്വദേശി ഗംഗേശാനന്ദ തീർത്ഥപാദർ എന്നറിയപ്പെടുന്ന ഹരിസ്വാമിയുടെ ജനനേന്ദ്രിയമാണ് പെൺകുട്ടി മുറിച്ചത്. കഴിഞ്ഞ 7 വർഷമായി ഇയാൾ പീഡനത്തിന് ഇരയാക്കുകയായിരുന്നുവെന്ന് പെൺകുട്ടി മൊഴി നൽകി. ബലാത്സംഗ കുറ്റം ചുമത്തി ഗംഗേശാനന്ദയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് തിരുവനന്തപുരം കണ്ണമൂലയ്ക്ക് സമീപം പെൺകുട്ടി ഒറ്റയ്ക്ക് നിൽക്കുന്നുവെന്ന വിവരം പോലീസിന് ലഭിക്കുന്നത്. തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് പെൺകുട്ടിയെ ചോദ്യം ചെയ്തപ്പോഴാണ് തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചയാളുടെ ജനനേന്ദ്രിയം മുറിച്ചുമാറ്റിയതായി പോലീസിനോട് പെൺകുട്ടി പറയുന്നത്. 11 വയസ്സ് മുതൽ തന്നെ പീഡനത്തിന് ഇരയാക്കി. സംഭവത്തെക്കുറിച്ച് അമ്മയോട് പറഞ്ഞെങ്കിലും ഫലമുണ്ടായില്ല. കൊല്ലം പന്മന ആശ്രമത്തിലെ അന്തേവാസിയായ ഗണേശാനന്ദ തീർത്ഥപാദം എന്നറിയപ്പെടുന്ന ശ്രീഹരിയാണ് സംഭവത്തിന് പിന്നിലെന്നും പെൺകുട്ടി പോലീസിന് മൊഴി നൽകി. പ്രതി വർഷങ്ങളായി വീട്ടിൽ പൂജ നടത്താൻ എത്താറുണ്ടായിരുന്നുവെന്നും പെൺകുട്ടി പോലീസിനോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം പീഡിപ്പിക്കാൻ ശ്രമിച്ചതിനിടയിലാണ് കയ്യിൽ കെട്ടിയ ആയുധം ഉപയോഗിച്ച് ജനനേന്ദ്രിയം മുറിച്ചു മാറ്റിയതെന്നും പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ താൻ സ്വയം ജനനേന്ദ്രിയം മുറിച്ചു മാറ്റുകയായിരുന്നുവെന്ന് പ്രതി ഡോക്ടർമാരോട് പറഞ്ഞു. അതേസമയം ഇത് വിശ്വസത്തിലെടുക്കുവാൻ പോലീസ് തയ്യാറായിട്ടില്ല. ശ്രീഹരിയുടെ ജനനേന്ദ്രിയം പെൺകുട്ടി തന്നെയാണ് മുറിച്ചു മാറ്റിയതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ പറഞ്ഞു. പെൺകുട്ടി പീഡിപ്പിച്ച സമയത്ത് അവിടെയുള്ള കത്തി വെച്ചിട്ട് ഇവിടെ പ്രൈവറ്റ് പാർട്ട് കട്ട് ചെയ്ത ശേഷം പിന്നെ അവിടെ നിന്ന് ഓടി പോലീസ് സ്റ്റേഷനിൽ വിഷയം അറിയിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു. അതാണ്. അതിനുശേഷം ഇപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. എടുത്ത ശേഷം ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാം. ബലാത്സംഗം, പോസ്കോ അടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് പ്രതിക്കെതിരെ പോലീസ് കേസെടുത്തു. പെൺകുട്ടിയുടെ അമ്മയ്ക്കെതിരെയും പോലീസ് പോസ്കോ നിയമപ്രകാരം കേസെടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശ്രീഹരിയെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. നിലവിൽ ശ്രീഹരിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ശ്രീഹരിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് പറഞ്ഞു. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയമാണ് എഡിറ്റേഴ്സ് അവർ പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് മഹിളാ കോൺഗ്രസ് നേതാവ് ശ്രീമതി ബിന്ദു കൃഷ്ണ, സാമൂഹ്യ പ്രവർത്തക ധന്യരാമൻ, മനഃശാസ്ത്രജ്ഞനും സാമൂഹ്യ വിമർശകനുമായ ഡോക്ടർ KS ഡേവിഡ്, റിട്ടയർഡ് പോലീസ് ഓഫീസർ ശ്രീ ജോർജ് ജോസഫ് എന്നിവരാണ്. അതിനു മുമ്പ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ RV ബാബു ടെലിഫോൺ ലൈനിലുണ്ട്. ആദ്യം RV ബാബുവിലേക്ക്. ശ്രീ RV ബാബു, സംഘപരിവാർ സംഘടനകളുമായി ഈ ഹരിസ്വാമി എന്ന് പൊതുവെ അറിയപ്പെടുന്ന ഈ ഗംഗേശാനന്ദ തീർത്ഥപാദർക്ക് എന്താണ് ബന്ധം? സംഘപരിവാർ സംഘടനാ നേതാക്കന്മാരോടൊപ്പം മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നതിൻ്റെ അടക്കമുള്ള ചിത്രങ്ങൾ ഇപ്പോൾ നവമാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. ഇയാൾക്ക് നിങ്ങളടക്കമുള്ള സംഘടനാ നേതാക്കളുമായി എന്ത് ബന്ധമാണുള്ളത്? സംഘപരിവാർ സംഘടനകളുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഔദ്യോഗിക ബന്ധം ഈ പറയപ്പെടുന്ന ഹരിസ്വാമി എന്ന് പറയുന്ന ആൾക്കില്ല. എന്നാൽ ഒരുപാട് പാറന്മുള സമരം, അതേപോലുള്ള ക്ഷേത്ര വിമോചനത്തിന് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ, ഇതുപോലുള്ള സമരങ്ങളിലൊക്കെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന പലരെയും ഞങ്ങൾ സഹകരിപ്പിച്ചിട്ടുണ്ട്. വിവിധ സാമുദായിക സംഘടനകളുടെ നേതാക്കന്മാരെ, ആധ്യാത്മിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ, ഹിന്ദു മേഖലകളിൽ സംഘടനാ പ്രവർത്തനങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവരെയൊക്കെ ഞങ്ങൾ സഹകരിപ്പിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് ഇതുപോലുള്ള ആളുകളും ഒക്കെ ഞങ്ങളുടെ സമരങ്ങളിൽ പങ്കാളികളായിട്ടുണ്ട്. അവരുടെയൊക്കെ ഭൂതകാലം എന്താണ് എന്ന് നോക്കിയിട്ട് ഇത്തരം പരിപാടികളിൽ നമുക്ക് വിളിക്കാൻ സാധ്യമല്ലല്ലോ.
അവരിനി നാളെ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴേ തന്നെ നമുക്ക് ദീർഘദർശിത്വം നൽകിയിട്ട് അല്ല ഇതിൽ ശ്രീ ആർ.വി. ബാബു, ഇതിൽ വേറൊരു പ്രശ്നമുള്ളത്, പന്മന ആശ്രമത്തിൽ നിന്നും ഇയാളെ പുറത്താക്കിയിരുന്നു. സ്വഭാവ ദൂഷ്യം ആരോപിച്ചാണ് ഇയാളെ പുറത്താക്കിയതെന്നാണ് ആശ്രമം തന്നെ പറയുന്നത്. അങ്ങനെ സ്വഭാവ ദൂഷ്യത്തിന്റെ പേരിൽ പുറത്താക്കിയ ഒരാളുടെ ഭൂതകാലം എന്നത് നമുക്കറിവുള്ളതാണെങ്കിൽ അയാളെ കൂടെ കൂട്ടാൻ പാടില്ലല്ലോ. അങ്ങനെ ഒരു ഭൂതകാലം ഇയാൾക്കുണ്ടെന്ന് ആശ്രമം തന്നെ പറയുന്നു. അത് പരിശോധിക്കേണ്ടതായിരുന്നില്ലേ? വിജയകുമാറെ, ഇദ്ദേഹം പന്മന ആശ്രമത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടു. അതിനുശേഷം ആണ് അദ്ദേഹം നിരവധി സമരങ്ങളിലൊക്കെ, ഇപ്പോ തിരുവനന്തപുരത്ത് കണ്ണമൂലയിലുണ്ടായ സമരങ്ങളിലൊക്കെ അദ്ദേഹം പങ്കെടുത്തപ്പോഴൊന്നും ആ സമയത്ത് മാധ്യമങ്ങൾ പോലും ഇത് പറഞ്ഞില്ലല്ലോ, സ്വഭാവ ദൂഷ്യമുള്ള ആളാണ് എന്നൊക്കെ. അപ്പോ ഇതൊക്കെ നമുക്ക് ഒരു കാര്യം വളരെ വ്യക്തമാണ്. അതായത് ആ സമയത്ത് ഈ പറയപ്പെടുന്ന സ്വഭാവ ദൂഷ്യം അത്ര പ്രസക്തമായിട്ട് അല്ലെങ്കിൽ അത്രയും ഗൗരവമായിട്ടുള്ള ഒരു സ്വഭാവ ദൂഷ്യമായിട്ടോ ഒന്നും ഒരു പക്ഷെ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്തിട്ടില്ല. ഞങ്ങളും അത് ഞങ്ങളുടെ ശ്രദ്ധയിലും വന്നിട്ടില്ല. അപ്പോ ആശ്രമങ്ങളുമായിട്ട് നിരവധി പേര് അഭിപ്രായ വ്യത്യാസങ്ങളുമായിട്ട് പുറത്തു പോകാറുണ്ട്. വ്യവസ്ഥാപിതമായ ആശ്രമ സംവിധാനങ്ങളോട് പൊരുത്തപ്പെടാതെ ചിലർ പുറത്തു പോയിട്ട് സ്വതന്ത്രമായിട്ടുള്ള സംവിധാനങ്ങളോട് പ്രവർത്തിക്കുന്ന ഒട്ടനവധി സന്യാസിമാരുണ്ട്. അത്തരം അഭിപ്രായ വ്യത്യാസങ്ങളോട് അവർ പ്രവർത്തിക്കുന്നു, അവർ സന്യാസിയായിട്ട് തുടരുണ്ടാവും. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഹരിസ്വാമി ഇപ്പൊ സന്യാസിയെ അല്ല എന്ന് തന്നെയാണ്. കുറെ കാലങ്ങളായിട്ട് അദ്ദേഹം സന്യാസിയെ അല്ല, സന്യാസത്തിന്റെ പേരിൽ അദ്ദേഹം ജീവിക്കുകയാണ്. ഇത്തരം കാപടികന്മാരെ ഒരു കാലത്തും സംഘപരിവാറോ ഹിന്ദു സംഘടനകളോ സംരക്ഷിച്ചിട്ടില്ല വിജയകുമാർ, ഇനി സംരക്ഷിക്കുകയുമില്ല. കഴിഞ്ഞ റോബിൻ അച്ഛന്റെ വിഷയമൊക്കെ ഉണ്ടായ സമയത്ത് സപ്പോർട്ട് ചെയ്യാൻ വന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളുമായിട്ടുള്ള ഒരു കാരണവശാലും ഹിന്ദു സംഘടനകൾ ഇത്തരം സംവിധാനങ്ങളോട് ഒരു തരത്തിലുള്ള രീതിയിലും പൊരുത്തപ്പെടില്ല എന്ന് മാത്രമല്ല, ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഒരു കാലത്തും ഈ സ്വാമിക്ക് ഔദ്യോഗികമായിട്ടുള്ള ഒരു സംവിധാനവുമായിട്ട്, സംഘപരിവാറിന്റെ സംവിധാനവുമായിട്ട് ബന്ധമുണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആ സ്വാമി ഈ കുമ്മനം രാജശേഖരനുമായിട്ട് മുഖ്യമന്ത്രിയെ കാണാൻ പോയി ആ ചിത്രം എടുത്ത് കാണിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ സംഘപരിവാറുമായി ബന്ധപ്പെടുത്തി ഈ വിഷയത്തിൽ സംഘപരിവാറിനെ മൊത്തം കരിവാരി തേക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അത് നടക്കട്ടെ എന്ന് എനിക്ക് പറയാൻ സാധ്യമുള്ളൂ. അല്ല, അങ്ങനെയല്ല. നാളെ ഇയാളെ ഏതെങ്കിലും ഹിന്ദു സംഘടനകൾ പിന്തുണയ്ക്കുകയോ ഇയാൾക്ക് ഒരു രക്ഷാകവചം ഒരുക്കുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യത ഇപ്പോൾ താങ്കൾ നേരത്തെ ഒരു ഫാദർ റോബിൻ വടക്കുംചേരിയുടെ കാര്യം സൂചിപ്പിച്ചുവല്ല. അന്നൊരു ക്രൈസ്തവ മാഗസിനിൽ വന്ന ലേഖനമൊക്കെ എല്ലാവർക്കും അറിവുള്ളതാണ്, നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതുമാണ്. ഇവിടെ അതേ കാര്യം ഇത് ഈ സന്യാസിയായിരുന്നില്ലേ എന്ന് പറഞ്ഞ് രംഗത്ത് വരാനുള്ള സാധ്യതയൊന്നും തള്ളിക്കളയുന്നില്ലല്ലോ. അതുകൊണ്ടുകൂടിയാണ് ഈ സംഘടനാ ബന്ധമൊക്കെ ചൂണ്ടിക്കാണിക്കാവുന്ന ഒരാൾ ഇത്തരമൊരു കേസിൽ പ്രതിയാകുമ്പോൾ അയാളോട് അന്ന് ആ സംഘടനയിൽ സഹകരിച്ചവരുടെ അല്ലെങ്കിൽ അയാളുടെ ആ മൂവ്മെന്റിന്റെ ഭാഗമായിരുന്നവരുടെ നിലപാട് എന്താണ് എന്നറിയാൻ വേണ്ടി ചോദിച്ചതാണ്. സന്തോഷ് മാധവന്റെ കേസ് നമ്മുടെ നാട്ടിലുണ്ടായല്ലോ. സന്തോഷ് മാധവന്റെ കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഹിന്ദു സംഘടനകൾ സന്തോഷ് മാധവനെ സംരക്ഷിക്കാനുണ്ടായിരുന്നോ? അല്ല, അന്ന് സന്തോഷ് മാധവൻ ഏതെങ്കിലും ക്ഷേത്രം ഏറ്റെടുക്കുന്നതിന്റെ പേരിൽ മുഖ്യമന്ത്രിയെ കാണാൻ നേതാക്കന്മാരോടൊപ്പം പോയിരുന്നില്ല. അങ്ങനെ ഒരു മുഖ്യധാരാ ബന്ധം അയാൾക്കുണ്ടായിരുന്നില്ല. മാധവൻ ഒരു ഹൈന്ദവ ആധ്യാത്മിക മേഖലയിൽ പ്രവർത്തിച്ച ആളാണ് അല്ലായിരുന്നു എന്ന് അഭിപ്രായമുണ്ടോ വിജയകുമാറിന്? ഹൈന്ദവ ആധ്യാത്മികത എന്നത് സന്തോഷ് മാധവൻ പറയുന്നതാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്താ സംഭവം? അപ്പോ ഇതുപോലെ ഇപ്പോ നമ്മുടെ ദൃഷ്ടിയിൽ ഇപ്പോ അന്ന് അദ്ദേഹം ഇത് പ്രവർത്തിക്കുന്ന സമയത്ത് സംഘപരിവാർ സംഘടനകളുടെ വേദികളിൽ വരുമ്പോൾ, ആറന്മുള സമരത്തിന്റെ വേദിയിൽ വരുമ്പോൾ, മലബാർ ഭാഗത്തെ ക്ഷേത്രങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പശ്ചാത്തലം നമ്മുടെ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്തിട്ടില്ല. അദ്ദേഹത്തിനുള്ളതായിട്ടും നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. അദ്ദേഹം നാളെ ഇത് ചെയ്യും എന്ന് പ്രതീക്ഷിച്ചിട്ട് നമുക്ക് അന്ന് തീരുമാനമെടുക്കാൻ പറ്റില്ലല്ലോ. ഇന്നത്തെ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് എന്താ പറയാൻ സാധിക്കുക? ഞങ്ങൾ പറയുന്നു, ഇതേപോലുള്ള കാപടികന്മാരെ ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. ഒരു കാരണവശാലും അദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ ഒരൊറ്റ ഹിന്ദു സംഘടനയും രംഗത്തുണ്ടാവില്ല. അത് യാതൊരു സംശയവും വേണ്ട വിജയകുമാറെ. ഈ കാര്യത്തിൽ ഇത് ആർജവത്തോടെ പറയാൻ ഒരു ഹിന്ദു സംഘടനയ്ക്കും ഒരു മടിയുമില്ല. അപ്പൊ അതുകൊണ്ട് പക്ഷേ കരിവാരിത്തേക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് അതിന്റെ പഴയ ചിത്രങ്ങളൊക്കെ എടുത്ത് അതിന്റെ കൂട്ടത്തിൽ കൊടുത്ത് സംഘപരിവാറിനെയും അതിന്റെ കൂട്ടത്തിൽപ്പെടുത്തി അങ്ങനെ ചെയ്യുന്നത് ഒരു മര്യാദയാണോ എന്നുള്ളത് നിങ്ങളാണ് ആലോചിക്കേണ്ടത്. പൂർണ്ണമായും നിയമത്തിന് വിട്ടുകൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് ഇക്കാര്യത്തിൽ ഒരു സംഘപരിവാർ സംഘടനയ്ക്കും മറ്റൊരു ചുമതലയും ഇപ്പോഴില്ല. നിയമത്തിന് വിട്ടുകൊടുക്കാൻ മാത്രമല്ല, പെൺകുട്ടിയെ പരിപൂർണമായിട്ട് പിന്തുണയ്ക്കുകയും ചെയ്യുന്നു വിജയകുമാർ. ഈ വിഷയത്തിൽ ഒരു ഒളിച്ചു വെക്കാനൊന്നുമില്ലെന്ന്, ഇതിനകത്ത് ഒളിച്ചു വെക്കാനോ അല്ലെങ്കിൽ മറച്ചു പിടിക്കാനോ ഒന്നുമില്ല. ഈ കാര്യത്തിൽ വളരെ സുതാര്യമാണ് ഞങ്ങളുടെ നിലപാട്. ഇത്തരത്തിലുള്ള അതിക്രമങ്ങളെ വളരെ ശക്തമായി എതിർക്കുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്കെതിരായിട്ടുള്ള പ്രതിരോധങ്ങള് സ്ത്രീ സമൂഹത്തിനുള്ളിൽ നിന്നും ഉയർന്നു വരാനുള്ള ശുഭസൂചകമാണ് ഈ പ്രവൃത്തി എന്നുകൂടി ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത് ഒരു ആത്മീയ മേഖലയിൽ ഒന്നുകൂടി ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ നിർത്തുകയാണ് വിജയകുമാറെ, ഒന്നുകൂടി ഞാൻ പറഞ്ഞോട്ടെ. ആത്മീയ മേഖലയിൽ മാത്രമല്ലല്ലോ,
രാഷ്ട്രീയ മേഖലയിൽ ഒരു മന്ത്രി രാജിവെച്ചു പോയത് എന്തിന്റെ അടിസ്ഥാനത്തില? ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ മേഖലയിൽ, തൊഴിലിടങ്ങളിൽ, യാത്രാവേളകളിൽ ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ സ്ത്രീകൾക്ക് അതിനെതിരെ പ്രതികരിക്കാനുള്ള ഒരു ആത്മവീര്യം ഈ ഒരു സംഭവം നൽകുമെങ്കിൽ അതാണ് ഈ സംഭവത്തിൽ നിന്ന് കിട്ടുന്ന ശരിയായ ശുഭസൂചന എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരി, താങ്കളുടെ അക്കാര്യത്തിലുള്ള വിശദീകരണം ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ഞാൻ താങ്കളെ പിന്നീട് വീണ്ടും വിളിക്കാവുന്നതാണ് ഈ ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ. ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് നന്ദി. ശ്രീ ധന്യരാമൻ, ഇത് എനിക്ക് ഇക്കാര്യത്തിൽ താങ്കളോട് ചോദിക്കാനുള്ളത്, ഒരു ഇര അവരുടെ കോടതിയിൽ ഒരു ശിക്ഷ വിധിച്ചു, അവർ തന്നെ അത് നടപ്പാക്കുകയും ചെയ്തു. പൊതുസമൂഹം വ്യാപകമായി വലിയ തോതിൽ, ഇനി ഭിന്നാഭിപ്രായം അക്കാര്യത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിലും നമ്മൾ കേട്ടിടത്തോളം സംസ്ഥാന ഗവൺമെൻറ് അടക്കം ആ നടപടിയെ പ്രകീർത്തിക്കുകയാണ് ചെയ്തത്. ആ പെൺകുട്ടി ചെയ്തതിന് നടപടിക്ക് പിന്തുണയ്ക്കുക, അവർ ചെയ്യേണ്ടത് ചെയ്തു, ഇനി അതിനൊപ്പം നിൽക്കുക എന്നതല്ലാതെ സംസ്ഥാന സർക്കാരിന് മറ്റൊന്നും ചെയ്യാനില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വനിതാ കമ്മീഷൻ പറഞ്ഞത് പെൺകുട്ടിക്ക് നിയമപരമായി എല്ലാ പരിരക്ഷയും നൽകും, അവരെ സംരക്ഷിക്കാനുള്ള ചുമതല വനിതാ കമ്മീഷൻ ഏറ്റെടുക്കുന്നു എന്നതാണ്. ഇത് നടപ്പിലാക്കിയത് നീതിയാണെന്നും അത് ധീരമായ നടപടിയാണെന്നുമുള്ള വിലയിരുത്തൽ തന്നെയാണോ താങ്കൾക്കുമുള്ളത്? ഞാൻ ആ കുട്ടീൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നു, ഞാൻ അവിടെ പോയിരുന്നു, ആ കുട്ടിയുടെ അടുത്ത് സംസാരിച്ചിരുന്നു. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, അവിടെ അവരുടെ അമ്മയുടെ അടുത്ത് അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെ അടുത്ത് ഈ സ്വാമിക്ക് ഈ വ്യക്തിക്ക് ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ഇവരുടെ വീട്ടിലെ നിത്യസന്ദർശകനായിരിക്കുകയും മാതാപിതാക്കളെ സ്വാധീനിച്ച് ആ വീട്ടിൽ താമസിച്ചു വരികയും ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ 7 വർഷമായിട്ട് ഇയാൾ അവിടെ താമസിക്കുന്നുണ്ട്. അപ്പം ഇദ്ദേഹം ഒരു വലിയൊരു ദൈവിക എന്തോ സംതിങ് ആണെന്ന് പറഞ്ഞ് അങ്ങനത്തെ ഒരു വിശ്വാസം അവിടെയുള്ള എല്ലാവരിലും രൂപപ്പെടുത്തിയെടുത്തു. അപ്പോൾ ഇയാളൊരു മോശക്കാരനാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ആ രീതിയിൽ ഉള്ള ബാഹ്യമായിട്ടുള്ള പെരുമാറ്റമാണ് ഇദ്ദേഹത്തിൻ്റെ മറ്റുള്ള എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പെൺകുട്ടി അവൾ LLB 4th ഇയർ വിദ്യാർത്ഥിനിയും കൂടെയാണ്. അപ്പോൾ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ അത്ര പക്വതയില്ലാത്തൊരു പ്രായത്തിലാണ് ഈ കുട്ടിയെ ആദ്യം റേപ്പ് ചെയ്യുന്നത്. റേപ്പ് ചെയ്തതിന് ശേഷം ഇവൾക്ക് അതിൻ്റെ മുറിവ് ഇതുവരെ ഉണങ്ങിയിട്ടില്ല. അപ്പോൾ ആ കുട്ടി, എനിക്ക് തോന്നുന്നത്, ഒരുപാട് പ്രാവശ്യം ഇതിന് ബലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മയോ അച്ഛനോ ഈ കുട്ടിയെ സപ്പോർട്ട് ചെയ്തില്ല, അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ഒരു പിന്തുണ കിട്ടാതിരുന്നപ്പോൾ അത് വലിയൊരു ഷോക്കായിട്ടുണ്ട് ആ കുട്ടിക്ക്. അതുകൊണ്ടാണ് പിന്നീട് ഇങ്ങനെ വലിച്ചഴിച്ച് വീണ്ടും ഒരു റേപ്പിലേക്ക് വന്നപ്പോൾ അവൾ ഇത്തരം ഒരു സാഹചര്യം ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ് അവൾ അത് ചെയ്തത് എന്ന് ഞാൻ 100% ഉറച്ചു വിശ്വസിക്കുന്നു. ഒരുപക്ഷെ പൊതുസമൂഹം ആ കുട്ടിയെ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ നേരിട്ട് കണ്ട് സംസാരിച്ചത് കൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് അവൾ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ് അവൾ ചെയ്തത്. അവൾ എന്നോട് പറഞ്ഞത്, ഞാൻ കൊല്ലാനാണ് വിചാരിച്ചിരുന്നത്, കൊല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ഒരു നിമിഷം കൊണ്ട് തീരും. ഇയാളുടെ ലിംഗഛേദം വരുത്തുകയാണെങ്കിൽ ഇയാൾ ദീർഘകാലം ഇത് അനുഭവിക്കണം, ഇത് ഓർത്തോർത്ത് ഇയാൾ ഉരുകി ഇയാൾ അനുഭവിക്കണം, ഇയാൾക്ക് മറ്റൊരു കുട്ടിയെ അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീയെ ഇങ്ങനെ ചെയ്യാൻ ഇയാൾക്ക് തോന്നരുത് എന്നാണ് പറഞ്ഞത്. ഇന്നലെ അയാളുടെ ലിംഗം വെട്ടിക്കളഞ്ഞപ്പോൾ ഞാൻ പേടിച്ചില്ല, അതുകൊണ്ട് ഇനിയും ഞാൻ പേടിക്കുന്നില്ല എന്നുള്ള ഒരു ഉറച്ച വാക്കുകളാണ് അവളുടെ വായിന്ന് എനിക്ക് കേൾക്കാൻ സാധിച്ചത്. ധന്യരാമൻ, അതായത് ഈ പെൺകുട്ടി വളരെ സ്വാഭാവികമായി ഇപ്പോൾ പ്രതികരിക്കുന്നുണ്ട് ഈ വിഷയത്തോട്, അതല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരിക്കാൻ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ചെയ്തതിനോടുള്ള ഇനിയിപ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളോ അത്തരം വിഷയങ്ങളൊന്നും അവരെ അലട്ടുന്നില്ല. അതായത് വനിതാ കമ്മീഷൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ അവർക്ക് വേണ്ട ധാർമ്മിക പിന്തുണ കൊടുക്കുകയാണ് വേണ്ടത് എന്നാണ്. ആ നിലയ്ക്ക് ഒരു കരുത്ത് ഇപ്പോൾ തന്നെ ആ പെൺകുട്ടിക്കുണ്ട് താങ്കൾ സംസാരിക്കുമ്പോഴല്ലേ? അല്ല, അങ്ങനെയല്ല. ഇത് ഞാൻ പറഞ്ഞത് വനിതാ കമ്മീഷനോ മുഖ്യമന്ത്രിയോ പറഞ്ഞൊന്നും അവൾ അറിഞ്ഞിട്ടില്ല. അവൾ ഇന്നലെ അയാളെ വെട്ടിയിട്ട് അവള് നേരെ രാത്രി 12 മണിക്ക് അവൾ നേരെ ഇറങ്ങി റോട്ടിലേക്കാണ് മൊബൈൽ ഫോണും എടുത്ത് അവൾ വെട്ടി. അവൾ ഉടനെ റോട്ടിലേക്കാണ് ഇറങ്ങി ഓടിയത്. റോട്ടിലിറങ്ങി ഓടിയിട്ട് ഉടനെ കൺട്രോൾ റൂമിൽ 100 എന്ന നമ്പറിൽ വിളിച്ചപ്പോൾ ഞാനിവിടെ റോഡ് സൈഡിൽ നിൽക്കുകയാണ്, പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞപ്പോൾ പോലീസുകാർ സ്പോട്ടിൽ എത്തുകയും അവർ നേരെ വീട്ടിൽ വന്ന് ഇയാളെ ആശുപത്രി കൊണ്ടുപോവുകയും കുട്ടിയെ നേരെ സ്റ്റേഷനിലേക്ക് കുട്ടിയെ അമ്മയും കൂടി സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവള് അതിന് നല്ല മാനസികമായിട്ടുള്ള മുറിവേറ്റിട്ടുണ്ട്. അതിന് കാരണമുണ്ട്. സ്വന്തം അമ്മ, എന്നെ ദ്രോഹിച്ച ഒരാൾ എൻ്റെ വീടിനകത്തിരിക്കുമ്പോൾ എൻ്റെ അമ്മ പോലും അയാളെ പിന്തുണയ്ക്കുന്നു. ഇത് സാമൂഹ്യമായി മാറ്റം വന്നവരാണ്, സാമ്പത്തികമായി മാറ്റം വന്നവരാണ്. അച്ഛൻ കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, ഉന്നത കുല ജാതരാണ്.
എല്ലാം ഒത്തിണങ്ങിയ ഒരു കുടുംബമാണ്. അവിടെയാണ് ഒരു കുട്ടിക്ക് സ്വന്തം വീട്ടിൽ നിന്ന് സുരക്ഷിതത്വം കിട്ടാതെ ഒരു സെൽഫ് ഡിഫെൻസിന് വേണ്ടി കത്തി എടുക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഇനി വലിയൊരു സോഷ്യൽ റിഫോർമേഷൻ നമുക്ക് ഉണ്ടായില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പൊതുസമൂഹത്തോട് പറയാനുള്ളത്. ശ്രീമതി ബിന്ദു കൃഷ്ണ, സമീപ നാളുകളിൽ കേരളത്തിൽ ഉയർന്നു വന്ന പീഡന കേസുകളിലൊക്കെ ഇപ്പോൾ നമ്മൾ കുണ്ടറയിലൊക്കെ കേട്ടതാണ്, അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്, താങ്കൾക്ക് അവിടെ പോയി ഉള്ള അറിവുമുണ്ട്. ഇതിലൊക്കെ വീട്ടകങ്ങളിൽ ആളുകൾ, പെൺകുട്ടികൾ സുരക്ഷിതരല്ല എന്ന വലിയ സന്ദേശമാണ് ഇതൊക്കെ നൽകിക്കൊണ്ടിരുന്നത്. ഒരു മുന്നറിയിപ്പായിരുന്നു അതൊക്കെ. ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചത്. എങ്ങനെയാണ് ഈ രീതിയിൽ അമ്മമാർ പോലും ഇത്തരത്തിലുള്ള വിപത്തുകൾക്ക് കൂട്ടുനിൽക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്? ഏത് നിലയിലേക്കാണ് അത് സംഭവിക്കുന്നത് വീട്ടകങ്ങളിൽ? അതെ, വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിശ്വസനീയമാണ് എങ്കിലും അത് നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന വല്ലാത്ത കടുത്ത മാനസിക സമ്മർദ്ദങ്ങളിലാണ് നാം ഓരോരുത്തരും. പീഡകരുടെ അതിക്രമത്തോടൊപ്പം തന്നെ അതേ പ്രാധാന്യത്തോടും ഗൗരവത്തോടും ആശങ്കയോടും കൂടി നമ്മെ വേദനിപ്പിക്കുന്നതാണ് മാതാപിതാക്കളുടെ നിസ്സംഗമായ സമീപനം. ഞാൻ ഈ പേട്ടയിലെ കേസിൽ മനസ്സിലാക്കുന്നത്, എനിക്ക് തോന്നുന്നത് ഇത് കൃത്യമായി ആത്മീയ അടിമത്തത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രശ്നമാണ്. അന്ധവിശ്വാസങ്ങളെ പുണർന്നുകൊണ്ട് നിന്നിരുന്ന ഒരു സമൂഹമായിരുന്നു കേരളത്തിലേത്. നവോത്ഥാന പ്രക്രിയയിലൂടെ അതൊക്കെ മാറി ഉയർന്ന ചിന്തയും പൗരബോധവും ഉള്ളവരായി നമ്മെ വാർത്തെടുക്കുന്നതിൽ ഒരുപാട് പേർ സ്വജീവിതം സമർപ്പിച്ചു എങ്കിൽ പോലും ഇന്ന് നാം ആ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകുന്ന അവസ്ഥയാണ് കാണുന്നത്. അതുകൊണ്ടാണ് പുരോഹിതന്മാർ, സാക്ഷരക്കാർ ഇവരെയൊക്കെ കാണുമ്പോൾ കുറ്റവാളികളാണെങ്കിൽ പോലും സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് പോകുന്നത്. ഈ കുറ്റവാളി ഇക്കണ്ട കാലമാത്രയും വിവിധ ഹിന്ദു സംഘടനകളുടെ നേതാവായി പലർക്കും പ്രിയപ്പെട്ടവനായി നടന്നുവെങ്കിൽ അയാളുടെ കുറ്റവാസനയും അയാളുടെ നീച മനോഭാവവും മറച്ചു വെച്ചുകൊണ്ട്, ഒരുപക്ഷെ അറിഞ്ഞിട്ടും അറിയാതെ ഭാവിച്ചുകൊണ്ട് അയാളെ ഒപ്പം കൂട്ടിയ ആളുകൾ ഇത് മനസ്സിലാക്കേണ്ടതായിരുന്നു. പെൺകുട്ടി ഇവിടെ ധന്യ പറഞ്ഞത് കേട്ടിടത്തോളം സ്വന്തം വീട്ടിൽ താമസിപ്പിച്ചുകൊണ്ട് ഈ കുഞ്ഞിനെ പീഡിപ്പിക്കുവാൻ അവസരം ഉണ്ടാക്കി കൊടുത്ത അച്ഛനമ്മമാർ മുൻകാലങ്ങളിലൊക്കെ നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയില്ല. ലോകത്ത് മറ്റെവിടെ നിന്നും നമുക്ക് ആശ്രയം അറ്റാനും ഓടി വീടിനകത്ത് 4 ചുവരിലെ സുരക്ഷിതരായി നാം ഏവരും ഇരുന്നുവെങ്കിൽ അതിനേക്കാളേറെ സുരക്ഷിതത്വം അമ്മയുടെയും അച്ഛന്റെയും സവിധത്തിലായിരുന്നുവെങ്കിൽ അവിടെയൊക്കെ ഇന്ന് പെൺകുട്ടിക്ക് ഒരിക്കലും സമാധാനത്തോടെ ഇരിക്കാൻ പറ്റിയ ഇടമായി മാറുന്നു എന്ന തിരിച്ചറിവ് ഒട്ടൊന്നുമല്ല നമ്മെ വേദനിപ്പിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള അടിമത്ത മനോഭാവമാണ്. കുറച്ചുപേർ ആത്മീയതയുടെ പേരിൽ പോകും, കുറച്ചുപേർ ആഡംബര ഭ്രമത്തിന്റെ പേരിൽ പോകും, കുറച്ചുപേർ പണസമ്പാദനത്തിനായി പോകും. ഇവിടെയൊക്കെ കുരുതി കൊടുക്കുന്നത് പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും ജീവിതമാണ് എന്ന് ഓർക്കുമ്പോൾ ഇത് കേരളത്തിൽ സംഭവിപ്പിക്കുന്ന അവസ്ഥകളെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ കേവലം ആ കുടുംബത്തിന്റെ പ്രശ്നമല്ല, ഈ പ്രശ്നം ആ നിയമവിദ്യാർത്ഥിനിയായ പെൺകുട്ടിക്ക് തന്റെ കൂട്ടുകാരോട് ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാമായിരുന്നു. ഒരു പക്ഷേ അവളെ പ്രേരിപ്പിച്ചിട്ടുള്ള വികാരം എന്ന് പറയുന്നത് പുറത്തറിഞ്ഞാൽ അപമാനം സഹിക്കുന്നതിനപ്പുറത്തേക്ക് കുറ്റവാളി ശിക്ഷിക്കപ്പെടുമെന്നുള്ള അവസ്ഥയില്ല. സ്വന്തം അച്ഛനമ്മമാർ പോലും കൂടെ നിൽക്കുന്നില്ല. അച്ഛനമ്മമാരെ വിശ്വസിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പിന്നെ ആരെ വിശ്വസിപ്പിക്കാൻ കഴിയും? നിസ്സഹായയായ ഒരു പെൺകുട്ടിയുടെ പ്രതിരോധത്തിന്റെ കനൽ വഴിയാണിത്. സത്യം പറഞ്ഞാൽ റിപ്പോർട്ടർ ചാനലിലടക്കം സ്ത്രീപീഡന കേസ് ചർച്ചയ്ക്ക് വരുമ്പോൾ ഞാനൊക്കെ ഉരുകുന്ന ഹൃദയവുമായാണ് വന്നിരുന്ന അഭിപ്രായം പറയുന്നത്. ഇന്നല്പം മനസമാധാനത്തോടെ അതിലേറെ അഭിമാനത്തോടെയാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യൻ പീനൽ കോഡിന്റെ സെൽഫ് ഡിഫൻസ് ജനറൽ എക്സെപ്ഷൻസിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് അവളെ ചെയ്ത് കുറ്റത്തെ കുറ്റമല്ലാതായി കാണുവാനുള്ള സാധ്യതയുള്ള നിയമം നിൽക്കുന്ന രാജ്യത്ത് അവൾ ചെയ്തത് ഏറ്റവും ധീരതയാർന്ന കർത്തവ്യമാണ്, കൃത്യമാണ് എന്ന മുഖ്യമന്ത്രിയുടെ അടക്കമുള്ള വാക്കുകളെ അനുകൂലിച്ചുകൊണ്ടല്ലാതെ ഒരാൾക്കും പോകാൻ കഴിയില്ല. സാധാരണ ഏത് വിഷയം വന്നാലും സ്വയം പ്രതിരോധത്തിൻ്റെതായ എല്ലാ കവചവും ഒരുക്കാൻ ഒരു പെൺകുട്ടിക്കുള്ള നിയമപരമായ അവകാശം കൂടി ഇവിടെ സ്ഥാപിച്ചു കിട്ടുന്നുണ്ടെന്നാണ് താങ്കൾ പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ് അത്. ഡോക്ടർ KS ഡേവിഡ്, ഇവിടെ ആത്മീയത എന്നത് ഇത്തരത്തിൽ ദുരുപയോഗപ്പെടുന്നുണ്ട് പല ഘട്ടങ്ങളിലും. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. വീടുകളിൽ ഈ രീതിയിൽ പൂജയ്ക്കോ പ്രാർത്ഥനയ്ക്കോ എന്നൊക്കെ പറഞ്ഞു വരുന്ന പലരുടെയും ഉദ്ദേശം അതൊന്നുമല്ല എന്നതും നമ്മൾ സമീപകാല അനുഭവങ്ങളിൽ നിന്നും കണ്ടറിഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ നിലയിലേക്ക് ഈ വീടുകളിൽ കാര്യങ്ങൾ വരുന്നത്? അത് തിരിച്ചറിയാൻ അച്ഛനമ്മമാർ, മുതിർന്നവരൊക്കെ മറന്നു പോവുകയും ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൽ ഇടപെടാതിരിക്കുകയും ചെയ്യുന്നത്. ഈ പെൺകുട്ടിയുടെ മൊഴി തന്നെ, ആ പെൺകുട്ടിയെ കഴിഞ്ഞ എത്രയോ വർഷമായി, 6-7 വർഷമായി ലൈംഗികമായി ഇയാൾ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ ആ വീട്ടിൽ മുറിയിലേക്ക്
ഈ പെൺകുട്ടിയെ വലിച്ചിഴച്ചുകൊണ്ട് പോവുകയായിരുന്നു ഇയാളെന്നാണ്. ആ സമയത്തൊക്കെ അവിടെ ആളുകളുണ്ട്, അച്ഛനും അമ്മയും അടങ്ങുന്നവരൊക്കെ ഉണ്ട്, അവർക്കൊന്നും ഇടപെടാൻ പോലും കഴിയുന്നില്ല. അത്രത്തോളം വിശ്വാസമാണ് ഈ ഹരിസ്വാമി എന്ന് പറയുന്ന ഈ ആത്മീയതയുടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൂടുപടം അണിഞ്ഞ ഈ മനസ്സിൽ വലിയ ക്രൈം ഒളിപ്പിച്ച് നടക്കുന്നവർക്ക്. എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് സമൂഹത്തിൽ? ആ പെൺകുട്ടി അനുഭവിച്ച ഏറ്റവും സങ്കീർണമായ ഒരു തരത്തിലുള്ള നിസ്സഹായാവസ്ഥ, അതിൻ്റെ ഒരു പ്രതികരണമായിരുന്നു ഈ ഗംഗാശാനന്ദ തീർത്ഥയുടെ ആനന്ദവും തീർത്ഥവും അവസാനിപ്പിക്കാൻ ആ കുട്ടി തീരുമാനിച്ചത്. ഇവിടെ നമ്മൾ കാണേണ്ടത് അന്ധവിശ്വാസം മാത്രമല്ല, വിശ്വാസം പോലും മനുഷ്യ മനസ്സിൽ സൃഷ്ടിക്കുന്ന വളരെ ജുഗുപ്സാവഹമായ ചില ചിന്തകൾ അല്ലെങ്കിൽ വികലമായ ചിന്തകൾ എത്രത്തോളം അവൻ്റെ ധാർമ്മിക ബോധത്തെ ഹനിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നമുക്കറിയാം, ഈ ഇന്നിപ്പോൾ സ്വാമി പറഞ്ഞ് ഞാൻ സ്വന്തമായിട്ട് തൻ്റെ ലിംഗം വിച്ഛേദിച്ചതാണെന്ന്. അങ്ങനെ എല്ലാ പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും ചെയ്താൽ ഈ രാജ്യത്തെ പെൺകുട്ടികൾക്ക് വളരെ സുരക്ഷാബോധത്തോടു കൂടി അമ്പലങ്ങളിലും പള്ളികളിലും മോസ്കിലൊക്കെ പോകാനുള്ള സാഹചര്യം ഉണ്ടാവും. പക്ഷേ ലിംഗം വിച്ഛേദിക്കാൻ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ പോകേണ്ട കാര്യമൊന്നും സ്വാമിക്കില്ല. അപ്പോൾ അത് നമുക്ക് തെളിവായിട്ട് എടുക്കാനോ അല്ലെങ്കിൽ വിശ്വസിക്കാനോ പറ്റാത്തൊരു സാഹചര്യമാണ്. പക്ഷേ ഈ മനുഷ്യ മനസ്സിൽ സൃഷ്ടിക്കുന്ന ഈ വിശ്വാസവും അതുപോലെ തന്നെ അന്ധവിശ്വാസവും, അതിൻ്റെ എല്ലാവിധ മതവിശ്വാസങ്ങളും ചിലപ്പോൾ ഇതിനോട് ബന്ധപ്പെട്ടാണ്. ഞാൻ ഈ വിശ്വാസവും അന്ധവിശ്വാസവും രണ്ടായി കാണാത്ത ഒരാളാണ്. പക്ഷേ ഇതൊക്കെ സൃഷ്ടിക്കുന്ന മനുഷ്യ മനസ്സിൽ സൃഷ്ടിക്കുന്ന ചില കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻസ് ഉണ്ട്. അതാണ് ഇത്തരം കാര്യങ്ങളിൽ എത്തുന്നത്. മാത്രമല്ല, ഒരു പക്ഷേ ഈ കുട്ടി പ്രതികരിക്കണമെന്ന് ആലോചിച്ച് തീരുമാനിച്ച് ചെയ്തായിരിക്കണം. കാരണം ജിഷയുടെയും സൗമ്യയുടെയും അവരെ പീഡിപ്പിച്ചവർക്ക് ഒരു തരത്തിലുള്ള ഈ പെൺകുട്ടികൾക്ക് ഒരു തരത്തിലുള്ള നീതിയും കിട്ടിയിട്ടില്ല എന്നുള്ള ബോധം ഈ കുട്ടിക്കുള്ളതുകൊണ്ട് നിയമപരമായൊരു സംരക്ഷണം നേടാനോ അല്ലെങ്കിൽ അധികാരികളെ സമീപിക്കാനോ ഉള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല ഈ കുട്ടി. അതുകൊണ്ട് തന്നെ അവൾക്ക് കഴിയാവുന്ന വിധത്തിൽ അവൾ പ്രതികരിച്ചു എന്നാണ് വിഷയങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അതേ സമയത്ത് തന്നെ ഇത് മുഖവിലയ്ക്ക് എടുക്കുമ്പോൾ നല്ലൊരു കാര്യമാണ് നമുക്ക് തോന്നുമെങ്കിൽ പോലും കൃത്യമായ അന്വേഷണങ്ങളും പരിശോധനകളും നടത്തി വേണം ഈ കുട്ടിക്കെതിരെയോ അല്ലെങ്കിൽ ഈ സ്വാമിക്കെതിരെയോ നടപടിയെടുക്കേണ്ടത്. അതുകൂടി ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ വരാം ഡോക്ടർ കെ എസ് ഡേവിഡിലേക്ക്. ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ ഇപ്പോൾ സ്വയം പ്രതിരോധിക്കാൻ ഉള്ള ഒരു പെൺകുട്ടിക്ക് നിയമപരമായി അതിന് പരിരക്ഷ ലഭിക്കുന്നുണ്ട്. കാരണം അത്തരം ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അതിന് സ്വയം പ്രതിരോധിക്കാൻ അവർക്ക് കഴിയണം. അത് നിയമം അത് ഉറപ്പുവരുത്തുകയും ചെയ്യണം. അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ പെൺകുട്ടി അത് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും ഇനിയിപ്പോൾ പോലീസിൻ്റെ കേസും നൂലാമാലയിലുമൊക്കെ പെട്ട് ഈ പെൺകുട്ടിയുടെ ആത്മവിശ്വാസം ചോർന്നു പോകുന്ന സ്ഥിതി ഉണ്ടാകുമോ? നമ്മുടെ അന്വേഷണ സംവിധാനങ്ങളും ഒക്കെ ആ നിലയ്ക്ക് പെരുമാറാൻ സാധ്യതയുണ്ടോ? ഞാൻ ഡോക്ടർ ഡേവിഡ് പറഞ്ഞ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു നിർത്തിയ അവിടെ മുതൽ തുടങ്ങാം. അദ്ദേഹം പറഞ്ഞു വളരെ സൂക്ഷ്മമായിട്ട് വളരെ സൂക്ഷിച്ചു വേണം ഈ കേസ് പോലീസ് കൈകാര്യം ചെയ്യാനെന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. ഞാൻ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആ കുട്ടിക്ക് ധാർമ്മികമായ എല്ലാ പിന്തുണയും ഞാൻ നൽകിക്കൊണ്ട് തന്നെ പറയുകയാണ്, പോലീസ് വളരെ ശ്രദ്ധിച്ചു വേണം ഈ കേസ് കൊണ്ടുപോകാൻ മുന്നോട്ട്. കാരണം ചെറുപ്പം മുതലേ പീഡിപ്പിക്കുന്ന അല്ലെങ്കിൽ 11 വയസ്സ് മുതലേ പീഡിപ്പിക്കുന്ന കുട്ടി മേജറായിട്ട് 5 വർഷം കഴിഞ്ഞു, ഇതുവരെ പ്രതികരിച്ചില്ല, ഇതുവരെ ലിംഗം ഛേദിച്ചുമില്ല. അപ്പം അത് എന്താണ് വളരെ ദുരൂഹമായ ഒരു കേസാണ്. സ്വാമി പറയുന്നു അയാൾ സ്വയം ചെയ്തെന്ന്. അതിബുദ്ധിമാനായ അല്ലെങ്കിൽ വളരെ യുക്തിപൂർവ്വം പറഞ്ഞ ഒരു കാര്യമാണ് സ്വാമിയുടെ. ഏത് സാഹചര്യത്തിലാണ് ഈ ലിംഗം ഛേദിച്ചത് അല്ലെങ്കിൽ ഈ ജനനേന്ദ്രിയം ഛേദിച്ചു കളഞ്ഞ ഏത് സാഹചര്യത്തിലാണ് പോലീസ് കണ്ടുപിടിക്കണം. ആ കുട്ടിയുടെ ഡ്രസ്സ് എടുക്കണം, ആ കുട്ടിയുടെ മെഡിക്കൽ പരിശോധനയിൽ എന്തെങ്കിലും പരിക്കുകൾ ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധന. പരിക്കില്ലെങ്കിൽ ഒരു കൺസെൻറ്റിൻ്റെ പ്രശ്നം അവിടെ വരും. അല്ല അത് നമ്മൾ നോക്കണം. അത് മെഡിക്കൽ പരിശോധന നടത്തണം, കുട്ടിയെയും പരിശോധിക്കണം, സ്വാമിയെയും പരിശോധിക്കണം. സ്വാമിയുടെ വസ്ത്രങ്ങൾ പോലീസ് എടുക്കണം, കുട്ടിയുടെ വസ്ത്രങ്ങൾ പോലീസ് എടുക്കണം. എന്തായാലും സ്വാമിയും കുട്ടിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ലയോ എന്ന കാര്യം വേറൊരു കാര്യം. പക്ഷേ കുട്ടിയും ആ സ്വാമിയും ആ അമ്മയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ കാര്യം അതും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം മനസ്സിലായിക്കോണം, ഈ കുട്ടിയെ പീഡിപ്പിച്ചിട്ടില്ല എന്നാണ് വരുന്നതെങ്കിൽ കുട്ടി ചെയ്ത പ്രവൃത്തി 376 ആണെങ്കിൽ ഒരു ആളുടെ ഒരു ശരീരത്തിലൊരു അംഗം വിച്ഛേദിച്ച് കളഞ്ഞത് കുറ്റകരമാണ്. 7 വർഷം വരെ തടവ് വരുന്ന കുറ്റകരമാണ്. അപ്പോൾ അതിൻ്റെ സത്യം പോലീസ് കണ്ടെടുത്തിരിക്കുന്നു. ഒരു പ്രൈവറ്റ് ഡിഫൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിന് കേസെടുക്കാതിരിക്കുന്നത് പോലീസ് കാണിക്കുന്ന മണ്ടത്തരമെന്നേ ഞാൻ പറയുള്ളൂ. 2 പേരുടെയും മൊഴി പുറത്ത് കേസെടുത്തിട്ട് സത്യസ്ഥിതിക്ക് പോലീസ് കണ്ടുപിടിക്കണം. പ്രൈവറ്റ് ഡിഫൻസ് ഉണ്ടെങ്കിൽ തന്നെ അത് എത്രത്തോളം ഉണ്ട് അത് എക്സീഡ് ചെയ്യാൻ പാടില്ല, ആ ലിമിറ്റ് എക്സീഡ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട്
ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കണമെങ്കിൽ ആ കുട്ടിയുടെ ഡ്രസ്സുകൾ എത്രയും പെട്ടെന്ന് പോലീസ് കണ്ടെടുക്കണം, അല്ലെങ്കിൽ അത് പരിശോധനയ്ക്ക് അയക്കണം. സ്വാമിയുടെ ഡ്രസ്സുണ്ട്, അത് പരിശോധനയ്ക്ക് അയക്കണം. രണ്ടാമത് ആ കുട്ടിയും ആ സ്വാമിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് കുട്ടിയുടെ വർഷം മാത്രമാണ്. സ്വാമിയുടെ വർഷം നമ്മൾ കേട്ടിട്ടില്ല. സ്വാമിയുടെ വർഷം നമ്മൾ കേൾക്കണം. ആ കുട്ടിയുടെ അമ്മയുടെ വർഷം കേൾക്കണം. 7 വർഷമായിട്ട് സ്വാമിയോട് 6-7 വർഷമായിട്ട് താമസിക്കുന്നു എന്ന് പറയുന്നു. എന്ത് വന്നാലും ശരി, സ്വാമി അത് സ്വയം മുറിച്ച് കളഞ്ഞതാണെന്ന് അങ്ങനെ പറയുന്നെങ്കിൽ അതുകൊണ്ട് വല്ല ഉപയോഗം സ്വാമിക്ക് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അത് മുറിച്ച് കളഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ വേറൊരു കാര്യം മനസ്സിലാക്കണം, സ്വാമി ഒരു ഡിഫൻസാണ് അത് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെ ചെയ്തതായിട്ടാണ് സ്വാമി പറയുന്നത്. കുട്ടി വേറെ തിരിച്ചും പറയുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ സത്യസ്ഥിതിയാണ് പോലീസ് കണ്ടെടുക്കേണ്ടത്. പ്രൈവറ്റ് ഡിഫൻസിൻ്റെ കാര്യം ഒരു കേസെടുത്ത ശേഷം അത് കോടതി നിശ്ചയിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് പ്രൈവറ്റ് ഡിഫൻസ് ആണെന്ന് പറഞ്ഞ് കേസ് എടുക്കാതിരിക്കുന്ന മണ്ടത്തരമാണ് പോലീസ്. അത് കാണിക്കുന്നത് നിയമവിരുദ്ധമായ അല്ലെങ്കിൽ നിയമത്തിന് വിധേയമല്ലാത്ത രീതിയിൽ ചിന്തിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ. അതുകൊണ്ട് പോലീസ് 2 കേസ് കൊടുത്തിട്ട് സത്യസ്ഥിതി കണ്ടുപിടിക്കട്ടെ, മെഡിക്കൽ എവിഡൻസ് അതിൻ്റെ കണ്ടുപിടിക്കട്ടെ, സ്വാമിയുടെ വർഷം കേൾക്കട്ടെ, ഈ കുട്ടിയുടെ വർഷം കേട്ടെ, അമ്മയുടെ വർഷം കേട്ടെ, അച്ഛൻ്റെ വർഷം കേൾക്കട്ടെ. അതല്ല അയ്യപ്പൻകുട്ടി എന്ന് പറഞ്ഞ ഒരാളെയും കൂടി അവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ വർഷനും കേൾക്കണം. ഇതിൻ്റെ സത്യസ്ഥിതി എന്തായാലും എല്ലാവരും കുട്ടിയുടെ ആ മൊഴിയെ അതേപടി വിശ്വസിച്ചുകൊണ്ടാണ് എല്ലാവരും കമന്റ് പാസ്സാക്കിയിരിക്കുന്നത്. അതെന്തായാലും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ ഏതെങ്കിലും സാഹചര്യമുണ്ടോ? ഇപ്പോൾ ഈ ശ്രീഹരി എന്ന് പറയുന്ന ഇയാൾ അവിടെ ഡോക്ടറോടോ പോലീസിനോടോ പറഞ്ഞ മൊഴിയേക്കാൾ നമ്മളെ സംബന്ധിച്ച് വിശ്വാസത്തിലെടുക്കേണ്ടത് അന്വേഷണ ഏജൻസികൾക്ക് നോക്കാമായിരിക്കാം, പക്ഷേ നമ്മളെ സംബന്ധിച്ച് വിശ്വാസത്തിലെടുക്കേണ്ടത് ഈ പെൺകുട്ടിയുടെ മൊഴി തന്നെയല്ലേ? അതിനെ അവലംബിച്ചല്ലേ നമുക്ക് എന്തെങ്കിലും അക്കാര്യത്തിൽ പറയാൻ കഴിയൂ? അല്ലല്ല, നമ്മൾ ആ പെൺകുട്ടിയുടെ മൊഴി അതേപടി അത് വിശ്വസനീയമായി തോന്നുന്ന പോലീസ് ഉദ്യോഗസ്ഥന് ആ മൊഴി അതേപടി സ്വീകരിക്കാം. അതിന് തടസ്സമൊന്നുമില്ല. നമ്മളാരും പെൺകുട്ടിയുടെ മൊഴി കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. പക്ഷേ ആ കുട്ടിയുടെ മൊഴി പല കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പലരും എക്സാജറേറ്റഡ് ആയിട്ട് വെർഷൻസ് ഒക്കെ പറയും. ആ കുട്ടിയായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന ഒരവസ്ഥയാണ് എവിഡൻസ് കൊണ്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടിയുടെ അമ്മയായിട്ടുള്ള ബന്ധം കൊണ്ടാണ് കുട്ടി ഇത് ചെയ്ത് വന്നെങ്കിൽ കുട്ടി കുറ്റക്കാരാവും. അപ്പോൾ അതുകൊണ്ട് അത് ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് 326 എന്നുള്ള വകുപ്പിലോട്ട് പോകും. ആ കുട്ടിക്ക് റേപ്പിൻ്റെ യാതൊരു ഇതും ഇല്ലെന്നുണ്ടെങ്കിൽ 376 എന്ന് പറയുന്ന റേപ്പ് സെക്ഷൻ നിലനിൽക്കത്തില്ല. അപ്പോൾ ഇതൊക്കെ പോലീസ് അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്കിപ്പം അറിഞ്ഞിടത്തോളം വിവരം വെച്ചിട്ടാണ് നമ്മളെല്ലാവരും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സത്യസ്ഥിതി എന്താണ്? അത് കുട്ടിയുടെ മൊഴി ഒരിക്കലും അവിശ്വസിക്കത്തില്ല. അത് യഥാർത്ഥമായ മൊഴിയാണെന്ന് അത് കേൾക്കുമ്പം കേൾക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനും കേൾക്കുന്ന എല്ലാ മനുഷ്യനും അല്ലെങ്കിൽ കോടതിക്കും അത് മനസ്സിലാവും. അതുകൊണ്ട് ആ കുട്ടിയുടെ മൊഴി അവിടെ നിൽക്കട്ടെ. മറ്റുള്ള തെളിവുകളും സ്വാമിയുടെ മൊഴികളും മറ്റുള്ളവരുടെ മൊഴികളും എടുത്ത് ചേർത്ത ശേഷം താങ്കളുടെ അനുഭവത്തിന്റെ കൂടി പശ്ചാത്തലത്തിലായിരിക്കാം ആ നിലയ്ക്ക് സംസാരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശ്രീ ധന്യരാമൻ, ഇവിടെ ഇപ്പോൾ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ശ്രീമതി ബിന്ദു കൃഷ്ണ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ വലിയ വേദനയോടെ ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറെ കൂടി ആത്മവിശ്വാസത്തോടു കൂടി ഇത്തരം ചർച്ചകളിലൊക്കെ പങ്കെടുക്കാൻ കഴിയുന്നു. ധീരമായി പെൺകുട്ടികൾക്ക് ഇത്തരം സാഹചര്യങ്ങളെ ഫേസ് ചെയ്യാൻ കഴിയുമെന്ന് മാത്രമല്ല അവിടെ പ്രതിരോധിക്കാനും കഴിയുമെന്ന് ഇത് തെളിയിക്കുന്നു. അത് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല എന്നാണ് ബിന്ദു കൃഷ്ണയെ പോലെയുള്ള പൊതുപ്രവർത്തകരും പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ ഇത്തരം കേസുകൾ നമ്മൾ പരിഗണിക്കുമ്പോൾ? തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഞാൻ തന്നെ ഏകദേശം ഒരു 87 റേപ്പ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ 87 റേപ്പ് കേസ് രജിസ്റ്റർ ചെയ്തതിനകത്തൊക്കെ പെൺകുട്ടികളൊക്കെ വളരെ വീക്കാണ്, ആരോഗ്യപരമായിട്ടും വീക്കാണ്. എങ്ങനെയാണ് ഇവരുടെയൊക്കെ ഈ ചുറ്റുപാട് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം അത്രയും വളരെ മോശമായിട്ടുള്ളൊരു നല്ല അന്തരീക്ഷം പോലും ജീവിക്കാനില്ലാത്ത കുട്ടികളാണ് ഏറ്റവും കൂടുതൽ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഞാൻ കരുതിയിരുന്നത് മറ്റിടങ്ങളിലും മറ്റുള്ളവരൊക്കെ വളരെ സേഫ് ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഈ സിനിമാ നടിയുടെ ഇഷ്യൂ വന്നപ്പോഴും അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ ഇഷ്യൂ കണ്ടപ്പോഴും കഴിഞ്ഞ 2 മാസം മുമ്പ് പട്ടത്തൊരു പെൺകുട്ടിയെ 2 മാസമുള്ള ഒരു ഗുണ്ട പൂട്ടി ഇട്ടിരുന്നു ഒരു വീട്ടിൽ പട്ടത്തെ ഒരു റെസിഡൻസ് അസോസിയേഷനിൽ. അപ്പോൾ ഒത്തിരി പേരുള്ള ഒരു വലിയ അസോസിയേഷൻ്റെ നടുക്ക് താമസിക്കുന്ന ഒരിടത്ത് അതിനെപ്പോലും സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. ഒന്ന് പൊതുസമൂഹം ഇതിന്നൊക്കെ വിമുഖത കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ആരോട് പരാതി പറയും? ഒരു പെണ്ണിന്റെ പദവിയും പെണ്ണിന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും പെണ്ണിന്റെ എല്ലാ പ്രവൃത്തികളെക്കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ഇപ്പോഴും നമ്മൾ ഇന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കൃത്യമായിട്ട് നമുക്ക് ആരോട് ചെന്നൊരു പരാതി പറയണം?
അയൽവാസിയോട് പറയണോ അല്ലെങ്കിൽ പോലീസിനോട് പറയണോ? ഈ പെൺകുട്ടി തന്നെ LLB 4th ഇയർ വിദ്യാർത്ഥിനിയാണ്. അവള് കഴിഞ്ഞ 15 ദിവസമായിട്ട് പേട്ട പോലീസ് സ്റ്റേഷനിൽ ഇന്റേൺഷിപ്പിന് വരുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടി അനുഭവിച്ച ഒരു മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത് ചില്ലറയല്ല. അപ്പോൾ അത് ആ കുട്ടിയോട് നേരിട്ട് സംസാരിച്ചാൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. കാരണം ഒരു വളരെ അറിവില്ലാത്തൊരു കാലം തൊട്ട്, പക്വതയില്ലാത്തൊരു കാലം തൊട്ട് ഒരു കുട്ടിയെ റേപ്പ് ചെയ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അവളുടെ ഉള്ളിൽ അതിനുള്ള മാനസിക ബുദ്ധിമുട്ടും അതോടൊപ്പം തന്നെ പകയും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അവൾക്ക് ആരോഗ്യമുള്ളൊരു എന്താണ് ഇയാളോട് എങ്ങനെയെങ്കിലും പകരം വീട്ടണം എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ആ കുട്ടിയുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. കാരണം അത്രയും ആ കുട്ടിയെ ഇയാൾ ദ്രോഹിച്ചിട്ടുണ്ട്. സ്വന്തം അമ്മയുടെ അച്ഛൻ പോട്ടെ, അമ്മയാണ്. അമ്മയോട് ചെന്ന് കുട്ടി എന്നെ ഇയാൾ എങ്ങനെ ചെയ്തു എന്ന്, വളരെ ചെറുപ്പത്തിൽ തന്നെ എന്നെ റേപ്പ് ചെയ്തു എന്ന് അമ്മയോട് പറയുമ്പോൾ അമ്മ പറയും അയാൾ അങ്ങനെയൊന്നും ചെയ്യില്ല, വീണ്ടും അയാൾക്ക് അവിടെ താമസിക്കാൻ ഒരു ഇടം കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ പെൺകുട്ടികൾ ഇങ്ങനെ പ്രതികരിച്ച് മുൻപോട്ടേക്ക് വരുമ്പോൾ ഇത് സമൂഹത്തിനൊരു പാഠമാണ്. ഇത് നാളെ ആരും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ. ഒരു പെൺകുട്ടിയും സുരക്ഷിതമായിട്ട് സമൂഹത്തിൽ ഇറങ്ങി നടക്കാനും പഠിക്കാനും ജീവിക്കാനും ഒക്കെ കഴിയണം. അതിനുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ ഒരുക്കേണ്ടത്. ഇതൊരു പാഠമായിരിക്കണം എല്ലാവർക്കും എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഇവിടെ ഇപ്പോൾ നമുക്കറിയാം നമ്മളുടെ മുൻകാല അനുഭവങ്ങൾ. പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നു, ആ കേസിന്റെ അന്വേഷണം നടക്കുന്നു, ഇതിലെ പ്രതിക്ക് ജാമ്യം ലഭിക്കുന്നു, കുറേ നാൾ കഴിയുമ്പോൾ അയാൾ പുറത്തിറങ്ങുന്നു, വീണ്ടും അയാൾ പിന്നീട് നമ്മളെല്ലാം ആ കേസ് വിസ്മരിച്ചു പോകുന്നു. പിന്നെ ഏതോ ഘട്ടത്തിൽ വിചാരണ നടക്കുന്നു, എന്ത് ശിക്ഷ വരുന്നു എന്ന് പോലും നമ്മൾ അറിയില്ല. അവിടെ ഈ നമ്മുടെ നിയമ സംവിധാനം വേഗത്തിൽ ഇടപെടുന്നില്ല എന്നതടക്കമുള്ള പരാതികൾ ഇങ്ങനെ തുടർച്ചയായി നമ്മളൊക്കെ ഉന്നയിക്കുന്നുണ്ട് ചർച്ചകളിലുമൊക്കെ. ഇതൊക്കെ കാണുകയും ഇതൊക്കെ കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ഇരകൾക്ക് പൊതുവെ ഉണ്ടാകാവുന്ന, അല്ലെങ്കിൽ ആ നിലയിൽ ഉണ്ടാകുന്ന ഒരു മനോഭാവം കൂടിയല്ലേ ഇവിടെ ഈ കൃത്യത്തിന് ആ കുട്ടിയെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക? ഇവിടെ കഴിഞ്ഞ എത്രയോ വർഷമായി ബലാത്സംഗത്തിന് ഇരയാകുന്നു ആ പെൺകുട്ടി. അത് പരാതി പറഞ്ഞിട്ട് വീട്ടിൽ പരിഗണിക്കപ്പെടുന്ന പോലുമില്ല. ആ പരാതി, അതിൽ ആരെ പറ്റിയാണോ പരാതി പറയുന്നത് അയാൾക്ക് വീണ്ടും അവിടെ ഇടമുണ്ടാവുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ എന്തു ചെയ്യും എന്ന ചോദ്യത്തിന്, എന്നാൽ ഇത് തന്നെ അതിന് പരിഹാരമെന്ന് സ്വയം തീരുമാനിച്ചുറപ്പിക്കുന്നവരെ എങ്ങനെ കുറ്റം പറയാൻ കഴിയും? ശ്രീ വിജയകുമാർ വിശദീകരിച്ച് പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ നിയമവ്യവസ്ഥയും നമ്മുടെ സമൂഹ വ്യവസ്ഥിതിയുമാണ് ഇത്തരം ഒരു സാഹചര്യം പെൺകുട്ടിയിൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ളത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സാധാരണ യുക്തിബോധമുള്ള നമ്മുടെ സമൂഹത്തെ കുറിച്ചൊരു ബോധ്യമുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതാണ് ഈ സാഹചര്യം. ആത്മീയത എന്ന് പറയുന്നത് ഒരു പരിധിവരെ അടിമത്തമായി പലരും ഇന്നും കാണുന്നുണ്ട്. ഒരുപക്ഷെ സാക്ഷാൽ ദൈവമെന്ന് നാം വിശ്വസിക്കുന്ന ആ ശക്തിയേക്കാളേറെ ആ ദൈവങ്ങളെ പ്രണമിക്കുന്നവരാണ് നമ്മുടെ സമൂഹത്തിലുള്ളവര്. അവരൊരു എല്ലാ തെറ്റിനും അതീതരാണെന്ന് സ്വയം വിശ്വസിക്കാൻ നാം ശ്രമിക്കുന്നു. അവർക്ക് നേരെ ഉയർന്നു വരുന്ന ആരോപണങ്ങളെ അവജ്ഞയോടുകൂടി തള്ളിക്കളയുന്നവരാണ് പൊതുസമൂഹം. ഒരു സാധാരണ ഞാനും വിജയകുമാറും ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്നവരും അടക്കമുള്ള സമൂഹത്തിന് നേരെ എന്തെങ്കിലും ഉയർന്നു വന്നാൽ അതിന്റെ എല്ലാ ഘടകങ്ങളും സൂക്ഷ്മമായി പരിശോധിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മള് ആത്മീയതയുടെ വക്താക്കൾക്കെതിരായി വരുന്ന കാര്യങ്ങളിൽ അങ്ങനെ ഒരു നിലപാടെടുക്കുന്നില്ല. അന്ധമായി അവരെ പിന്തുണയ്ക്കുന്നവരാണ് നമ്മുടെ സമൂഹത്തിൽ ഭൂരിപക്ഷം പേരും. ആ വസ്തുത ഇതായിരിക്കെ അങ്ങനെ ഒരാൾക്കെതിരെ പരാതി പറഞ്ഞ് എന്ത് നേടാൻ കഴിയും? സ്വന്തം വീട്ടിൽ പരാതി പറഞ്ഞിട്ട് ബോധ്യപ്പെടുത്താൻ കഴിയാത്ത ഒരു പെൺകുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മാത്രവുമല്ല, നിയമം എന്ന് പറയുന്നത് കേരളത്തിലെ പോലീസ് സ്റ്റേഷനിലെ സ്ത്രീകൾ പരാതിയുമായിട്ട് പോയാൽ എത്ര പേരുടെ പരാതി കൃത്യമായി അന്വേഷിക്കുന്നുണ്ട് എന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പറയുവാൻ കഴിയുമ്പോൾ, ഞാൻ അടക്കമുള്ള പൊതുപ്രവർത്തകർക്ക് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിൽക്കുന്ന ഫോൺ കോൾ. ഇന്നലെ പാലക്കാട് നിന്നൊരു സഹോദരി വിളിച്ചു, 2 ദിവസം മുമ്പ് ആറ്റിങ്ങിൽ നിന്നൊരു സഹോദരി വിളിച്ചു. വർക്കരയില് ഇതുപോലൊരു പരാതിയുമായി ചെന്ന ഒരു സഹോദരിയോട് SI വളരെ മാന്യമായി പെരുമാറി. പക്ഷേ CI ചോദിച്ച ചോദ്യങ്ങൾ പുറത്തു പറയാൻ പറ്റാത്ത അനുഭവിച്ച പീഡനത്തെക്കാൾ വലുതാണ് എന്ന് ആ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു. പലയിടങ്ങളിലും സ്ത്രീ സൗഹൃദമല്ലാത്ത അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരാതി പറയാൻ പറ്റാത്ത സാഹചര്യം ഒരു വഴിക്ക്. ഇനിയിപ്പോ പരാതി പറഞ്ഞ് ശക്തമായ ഇടപെടലിലൂടെ FIR എടുപ്പിച്ചാൽ FIR തൊട്ട് ലൂപ്പ് ഹോൾസ് തുടങ്ങുന്നു. പ്രതികൾ സ്വൈരവിഹാരം നടത്തുന്നു. ഗോവിന്ദൻ ചാമിമാർ ജയിലറകളിൽ സുഖവാസം നടത്തുന്നു. ഇങ്ങനെയുള്ള ഒരു നിയമവ്യവസ്ഥയിൽ ജസ്റ്റിസ് ഡിനൈഡ് ആണ് എന്ന അടിസ്ഥാന തത്വം നിലനിൽക്കുമ്പോൾ പോലും നിയമവ്യവസ്ഥയുടെ പഴുതുകളിലൂടെ കുറ്റവാളികൾ ഈ നിയമത്തെ നോക്കി പല്ലിളിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം വർദ്ധിക്കുമ്പോൾ അതിവേഗ കോടതികളെ കുറിച്ച് നാം വാചാലരാകുന്നു. കേരളത്തിൽ സൗമ്യ കേസിൽ അതിവേഗ കോടതി വിചാരണ നടത്തപ്പെട്ടു. പക്ഷേ ഇപ്പോഴാണ് ആ കേസ് തീർന്നത്.
തീർന്നതോ? നിയമത്തിന് എവിടെ ആളുകൾ ചാർജ് ഷീറ്റിലായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ തെളിവുകൾ ശേഖരിച്ച് കോടതിയിൽ എത്തിക്കുന്നതായിക്കൊള്ളട്ടെ ഉണ്ടാകുന്ന വീഴ്ച മൂലം കുറ്റവാളികൾ രക്ഷപ്പെടുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ പ്രതിരോധത്തിന്റെ വഴി ഒരു സ്ത്രീ തെരഞ്ഞെടുത്താൽ തീർച്ചയായും ഞാനടക്കമുള്ളവർ നിയമവാഴ്ചയെ ബഹുമാനിക്കുന്നത് കൊണ്ട് അത്തരം വഴി തെരഞ്ഞെടുക്കണമെന്ന് നിർദ്ദേശിക്കുകയല്ല, മറിച്ച് ഈ ഒരു സാഹചര്യത്തിൽ സ്ത്രീ പീഡനം വർദ്ധിച്ചു വരികയും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്നു എന്ന സന്ദേശം പോകാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ ഈ പെൺകുട്ടിയുടെ വിശദീകരിക്കാനുള്ള ഞാൻ വരാം. ശ്രീമതി ബിന്ദു കൃഷ്ണ, താങ്കളിലേക്ക്. ഡോക്ടർ കെ എസ് ഡേവിഡ്, ഇവിടെ ഇപ്പോൾ നിസ്സഹായ അവസ്ഥ, പ്രതികാര വാഞ്ച, ഇത് രണ്ടും ഇത്തരം കൃത്യങ്ങൾക്ക് ഇരകളെ പ്രേരിപ്പിച്ചേക്കാം. അത് ആരുമായിക്കൊള്ളട്ടെ. ഇവിടെ ഇപ്പോൾ ഒരു പെൺകുട്ടി ഇത്തരം കൃത്യങ്ങൾക്ക് പ്രതികളെ അല്ലെങ്കിൽ ഇരകളെ പ്രേരിപ്പിച്ചേക്കാം, പ്രതികൾക്കെതിരെ ഈ നിലയിൽ പ്രതികരിക്കാൻ അവരെ പ്രേരിപ്പിച്ചേക്കാമെന്നാണ് വിലയിരുത്തുന്നത്. ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഇവിടെ എന്താണ് ആ സമയത്ത് അവരുടെ മാനസികാവസ്ഥ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്തായിരിക്കും പ്രതികാര വാഞ്ചയോ അതോ നിസ്സഹായ അവസ്ഥയോ? എന്തായിരിക്കാം ഈ പെൺകുട്ടിയെ ഇത് ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക? നിസ്സഹായ അവസ്ഥ എന്ന് ഞാൻ പറയുന്നത് കുറെ കൂടി വിശാലാർത്ഥത്തിൽ താങ്കൾ കാണണം. നമ്മുടെ നിയമ സംവിധാനങ്ങൾ ഇത്തരം കേസുകളിൽ ഇടപെടുന്ന രീതി, പോലീസിന്റെ കാര്യത്തിൽ വാളയാറിലെ സഹോദരിമാർ എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യാൻ ഇടയായത് എന്നതുകൂടി പരിഗണിച്ചിട്ട് വേണം ഈ നിസ്സഹായ അവസ്ഥയിൽ നിന്നും ഈ നിലയിൽ പ്രതികരിക്കാൻ ഈ ഇരകൾ തയ്യാറാകുന്നതിന്റെ മനഃശാസ്ത്രം വിശദീകരിക്കുമ്പോൾ. ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ചാണ് ഇത്തരം ഒരു കൃത്യം ചെയ്യാൻ ആ കൊച്ചിനെ പ്രേരിപ്പിച്ചതെന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ നമ്മൾ ഈ ചർച്ചയ്ക്കിടയിൽ വിട്ടുപോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരു പെൺകുട്ടിയുടെ സുരക്ഷിതത്വം അല്ലെങ്കിൽ അവരുടെ മാനം സംരക്ഷിക്കേണ്ട ഒരു മാതാവ്, അല്ലെങ്കിൽ ആ കുട്ടിയെ മനസ്സിലാക്കേണ്ട ഒരു മാതാവ് എന്തിനു വേണ്ടി ഇതിന് കൂട്ടുനിന്നു എന്നുള്ളതാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോഴാണ് ഈ നിസ്സഹായാവസ്ഥ ഉണ്ടാകുന്നത്. ഈ അമ്മ ഈ സന്യാസിയുടെ അല്ലെങ്കിൽ ഈ ആൾദൈവത്തിൻ്റെ മായാവലയത്തിൽപ്പെട്ടിരിക്കുകയായിരുന്നു. കാരണം ഇവിടെയുള്ള എല്ലാ വിശ്വാസവും അന്ധവിശ്വാസവും ആത്മീയതയും ആൾദൈവങ്ങളൊക്കെ ആളുകളെ ആകർഷിക്കുന്നത് അവർക്ക് ഭാവിയിൽ അവർക്ക് നൽകാവുന്ന സാമ്പത്തിക സൗഭാഗ്യങ്ങളെ പ്രലോഭിപ്പിച്ചുകൊണ്ടാണ്. ഒരിക്കലും ആത്മീയതയ്ക്ക് വേണ്ടി ആരെങ്കിലും ഇത് ചെയ്യേണ്ടെന്ന് അർത്ഥമില്ല. ഇത്തരം തെറ്റായ പ്രവണത വളർത്തുന്നതിൽ ഈ നിങ്ങളെപ്പോലെയുള്ള ദൃശ്യമാധ്യമങ്ങൾക്കും ധാരാളം പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇന്ന് എല്ലാ നേരത്തും ഉച്ചയ്ക്ക് TV തുറന്നാൽ കാണുന്ന വലംപിരി ശംഖ് സൃഷ്ടിക്കുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ചുള്ള പരസ്യങ്ങളാണ്. ആർക്കും അത് മേടിക്കാൻ തോന്നും. ഇത് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഇത്ര ശംഖ് മേടിച്ച ചാനലിൻ്റെ ഓഫീസുകളിൽ വെച്ചാൽ എന്ത് മനോഹരമായിട്ട് ചാനൽ ഓഫീസ് നടക്കും, അത്രയും സൗഭാഗ്യം സമ്പത്ത് ലഭിക്കുന്നതല്ലേ. പക്ഷേ ഇത്തരം വിശ്വാസങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. ആൾദൈവങ്ങളുടെ പാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്ന ഭരണാധികാരികളാണ് നമുക്കുള്ളത്. ഒരു വലിയ പ്രധാനമന്ത്രിയും പ്രസിഡൻ്റൊക്കെ അത് ചെയ്യുമ്പോൾ സാധാരണക്കാരൻ ചിന്തിക്കും ഇവർക്കൊക്കെ അമാനുഷ്യമായ കഴിവുണ്ട്, അവർ സമ്പത്ത് നൽകുന്നവരെ നൽകും, അതിന് എൻ്റെ മക്കളെ പീഡിപ്പിച്ചാലും കുഴപ്പമില്ല, അവരുടെ പ്രീതി സമ്പാദിക്കണം എന്നുള്ള ചിന്ത വരുമ്പോൾ കുട്ടികൾ നിസ്സഹായരാകും. ആ നിസ്സഹായാവസ്ഥ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ സൗമ്യയ്ക്കും ജിഷയ്ക്കും ഉണ്ടായ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അതിന് നീതി ലഭിക്കില്ല എന്നുള്ള ഉറച്ച വിശ്വാസമുള്ളതുകൊണ്ട് അവരത് പ്രതികാരമായി കാണുകയും അവർക്ക് പറ്റുന്ന രീതിയിൽ ആ പ്രതികാരം ചെയ്യുകയും ചെയ്യും. ഇതിന് പറ്റാത്തവരാണ് ആത്മഹത്യ ചെയ്യുന്നത്. പല കേസുകളിലൂടെ ആത്മഹത്യ ചെയ്ത് നമുക്കറിയാം. ഈ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്ന ഒരു പ്രതികാരമാണ്. പക്ഷേ ഇത് കുറേ കൂടി അഗ്രസീവായ പ്രതികാരമായിരുന്നു. ഒരു പക്ഷേ ഇത് പല പെൺകുട്ടികൾക്കും പ്രചോദനമാകും എന്നുള്ളതിന് പുറമെ പലരും പീഡനത്തിന് മുമ്പ് ഒന്ന് പേടിക്കും എന്നുള്ളത് കൂടി ഇതിലൊരു വസ്തുതയാണ്. ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ ഇപ്പോൾ ഡോക്ടർ കെ എസ് ഡേവിഡ് ചൂണ്ടിക്കാട്ടിയതുപോലെ നമ്മുടെ സംവിധാനങ്ങൾ എങ്ങനെയാണ് ഇത്തരം കേസുകളിൽ ഇടപെടുന്നത് എന്നത് പ്രധാനപ്പെട്ട കാര്യമല്ലേ. ഞാൻ നേരത്തെ വാളയാർ സഹോദരിമാരുടെ കാര്യം പറഞ്ഞു. നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിൽ അപ്പുറത്തെ ക്രൂരതയ്ക്ക് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആ കുട്ടികൾ വിധേയരായി എന്നത് പിന്നീട് നമ്മൾ അറിഞ്ഞത്. പോലീസ് ആ പരാതി എങ്ങനെയാണ്, എത്ര ലാഘവത്തോടെയാണ് കൈകാര്യം ചെയ്തത്? ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവരായതുകൊണ്ട് ഇതിങ്ങനെ മതിയെന്ന് തീരുമാനിച്ചു. പക്ഷേ അത് മാധ്യമങ്ങളിൽ വാർത്തയായപ്പോഴാണ് പോലീസിന് ഇടപെടേണ്ടി വന്നത്. പിന്നെ നടപടിയും ഒക്കെ ഉണ്ടായി. ഇതൊക്കെയാണ് ഇതിൻ്റെ ചുറ്റുപാടും നടക്കുന്നത് എന്നിരിക്കെ ഈ രീതിയിൽ കയ്യിൽ കത്തിയെടുത്തു പോകുന്ന, ഇങ്ങനെ പ്രവർത്തിച്ചു പോകേണ്ടുന്നത് ഈ സംവിധാനം തന്നെയല്ലേ അങ്ങനെ ആളുകളെ, ഇരകളെ അതിന് നിർബന്ധിക്കുന്നത്? എന്തായാലും നമുക്ക് ഏതായാലും ഈ ആയുധമെടുക്കുന്ന നടപടി അത് പ്രോത്സാഹിക്കപ്പെടാൻ പാടില്ല. തീർച്ചയായിട്ടും പ്രോത്സാഹിക്കും. കാരണം കേരളത്തിലെ എല്ലാ ജില്ലയിലും 2-3 ഫാമിലി കോടതി കേസുകൾ നടക്കുന്നുണ്ട്. ഭാര്യയും ഭർത്താവും വൈരാഗ്യത്തിൽ തന്നെയാണ് ആ കേസുകൾ നടത്തിക്കൊണ്ട് പോകുന്നത്. അവർ തമ്മിലൊരു ചർച്ചയില്ലാതെ ഇത് ഒരു കുടുംബജീവിതത്തിനകത്ത് ആയുധം എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കും? ഇതൊരു പ്രോത്സാഹനമാകാൻ പാടില്ല. ഈ കുട്ടിയുടെ ധീരമായ നടപടിയായിട്ട് നമ്മൾ കണക്കാക്കുന്നുണ്ടെങ്കിൽ തന്നെയും ആ കുട്ടിക്ക് തീർച്ചയായിട്ടും 18 വയസ്സിന് ശേഷം 5 വർഷം ലഭിച്ചിരുന്നു.
5 വർഷം അത് LLBക്ക് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും വേറെ മാർഗം ഉണ്ടായിരുന്നു, ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ആ സ്വാമിക്കെതിരായിട്ട് നിയമ നടപടി എടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് എന്നെപ്പോലെ ഒരാൾക്ക് അവിടെ സംശയം വരുന്നത്, എന്ത് സാഹചര്യത്തിലാണ് ഈ കുട്ടി ഈ ലിംഗച്ഛേദം നടത്താൻ ഇടയായതെന്ന് പോലീസ് തീർച്ചയായിട്ടും പരിശോധിക്കണം. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമുണ്ട്. സ്വാമി പൊട്ടൻ്റ് ആണോ ഇല്ലയോ നമുക്കറിയില്ല. അയാൾക്ക് ഒരു ഇമ്പോർട്ടൻസി ടെസ്റ്റ് അത്യാവശ്യമാണ്. അയാൾ ഇമ്പോർട്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ കേസ് നേരെ തിരിയും, പെൺകുട്ടിയുടെ അടുത്തോട്ട് കാര്യങ്ങളും നീങ്ങും. അതുകൊണ്ട് സ്വാമിയുടെ പരിശോധനയ്ക്ക് അയക്കണം. മെൻ്റലായിട്ട് സ്വാമിയുടെ കണ്ടീഷൻ നോക്കണം, പെൺകുട്ടിയുടെ മെൻ്റൽ കണ്ടീഷൻ നോക്കണം. ഇമ്പോർട്ടൻ്റ് ആയി പോയിട്ട് സ്വാമി ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഈ കഥ മാറും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലഭിക്കുന്ന വിവരങ്ങൾ ഇനി ഈ ശാസ്ത്രീയ പരിശോധന നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഇയാളെ സ്വഭാവ ദൂഷ്യത്തിന് ഒരാശ്രമത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് ആശ്രമ അധികൃതർ പറയുന്നുണ്ട്. ഇയാൾക്ക് സന്യാസ ദീക്ഷ എന്ന് പറയുന്നത് എവിടുന്ന് കിട്ടിയെന്ന് ഒരു ആശ്രമത്തിനും അറിയില്ല. ഇയാൾക്ക് റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ വരുന്നു. എന്തൊക്കെയോ ബിസിനസ് സ്ഥാപനങ്ങൾ പലരുടെയും പേരുകളിൽ നടത്തുന്നു. ഇതൊരു ആത്മീയ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് അങ്ങേയറ്റം ദുരൂഹമായ ഒരു വ്യക്തിത്വമാണ് ഈ ഹരിസ്വാമി എന്നറിയപ്പെടുന്ന ഈ മനുഷ്യൻ. സ്വാഭാവികമായും നമുക്ക് സംശയിക്കാവുന്ന സാഹചര്യം മുഴുവൻ ഇയാൾക്കെതിരാണ്. അവിടെ ഈ പെൺകുട്ടിയെ സംശയത്തിന്റെ മുനയിൽ നിർത്തേണ്ടുന്ന ഒരു സാഹചര്യവുമില്ല, താങ്കൾ പറയുന്നത് പോലെ. അല്ല, നമ്മളെ എല്ലാ സ്വാമിമാരെല്ലാം ഇതുപോലെയാണെന്ന് ഞാൻ കരുതുന്നില്ല. എത്രയോ നല്ല സ്വാമിമാർ എൻ്റെ സുഹൃത്തുക്കൾ തന്നെ ഉണ്ട്. അതുകൊണ്ട് കപട സ്വാമിമാരുണ്ടാവും. ഈ സ്വാമിയുടെ മുൻചരിത്രം നമുക്കറിയാം. പല സ്വാമിമാരും ഒന്നിച്ച് താമസിച്ച സ്ഥലത്ത് നിന്ന് ഭൂരിപക്ഷം ചില സ്വാമിമാർ മറ്റ് സ്വാമിമാരെ അവിടെ പുറത്താക്കുന്ന പല തന്ത്രങ്ങളും നമ്മൾ കാണുന്നുണ്ട്. കാരണം അതുകൊണ്ട് ആ സ്വാമി മോശമാണെന്ന് എനിക്കൊരു അഭിപ്രായമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ സൂക്ഷിച്ച് വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ പെൺകുട്ടിയുടെ പ്രവൃത്തി നല്ല ധീരമായ പ്രവൃത്തിയാണ്. ഒരു പ്രൈവറ്റ് ഡിഫൻസ് കറക്റ്റാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി ചെയ്തതിന് നമുക്ക് ശ്ലാഘിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇത് എല്ലാ കുട്ടികളും എല്ലാ സ്ത്രീകളും ഇതൊരു മാർഗമായിട്ട് സ്വീകരിക്കുന്നത് വളരെ അപകടകരമാണ്. അത് ഡോക്ടർ ഡേവിഡ് അത് നേരത്തെ ഒന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. നമ്മുടെ ഒരു കുടുംബാന്തരീക്ഷത്തിൽ കുടുംബജീവിതത്തിലെ അന്തഃചിത്രങ്ങൾ അതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആയുധമെടുക്കാൻ പോകുന്നത് അതല്ല അതിൻ്റെ ഒരു മാർഗമെന്ന് എല്ലാവരും വാശിയോടെ കൂടി എല്ലാവരും കയറി പറയുന്നുണ്ടെങ്കിലും ഇതൊരു നല്ല പോക്കല്ല. ആ കുട്ടിയുടെ കാര്യത്തിൽ നമ്മൾ ആ കുട്ടിയുടെ തീർച്ചയായിട്ടും ധാർമ്മികമായിട്ട് ആ കുട്ടിയുടെ ഒപ്പം നിൽക്കുന്നുണ്ട്. പക്ഷേ സത്യസ്ഥിതി ഇങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ കഥകളൊക്കെ മാറും. നമ്മൾ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് എല്ലാ പെൺകുട്ടികളും ഇത് കാണുന്നവരോട് ഞാൻ പറയുന്നത്, ഇതൊരു മാർഗമല്ല. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു മോശമായ ഒരു പ്രകടനം അല്ലെ ഒരാളിൽ നിന്നുണ്ടായിട്ടുണ്ട്, അപ്പം തന്നെ പോലീസിൽ അറിയിക്കുക, സാമൂഹിക സൗഹൃദത്തെ അറിയിക്കുക, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ അറിയിക്കുക. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുക. പക്ഷേ ഇതുപോലെയുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നത് സമൂഹത്തിന് നല്ലതല്ല, കുടുംബാന്തരീക്ഷം നല്ലതല്ല, നമ്മുടെ ജീവിത പശ്ചാത്തലത്തിന് നല്ലതല്ല. ധന്യരാമൻ, ജോർജ് ജോസഫിന്റെ ഈ വാദത്തോടൊന്ന് പ്രതികരിക്കാമോ? താങ്കൾക്ക് ഈ കുട്ടിയെ നേരിട്ട് കണ്ട് സംസാരിച്ചതാണല്ലോ, മറ്റാരേക്കാളിലും ഒരു നേരിട്ടുള്ള അറിവ് ഇക്കാര്യത്തിൽ ലഭിച്ചിട്ടുണ്ടല്ലോ. ജോർജ് ജോസഫിന്റെ ഈ വാദത്തോടൊന്ന് പ്രതികരിക്കാമോ? ജോർജ് ജോസഫ് സാറും ഞാനിവിടെ വന്നിരിക്കുമ്പോൾ തൊട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സാറ് പറയുന്നതെല്ലാം സാറിന്റെ ആ പോലീസ് കണ്ണിലൂടെ മാത്രമേ കാണുന്നുള്ളൂ. അതുകൊണ്ടാണ് സാർ ഇങ്ങനെ സംസാരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഒന്ന്, ആ പെൺകുട്ടി പറഞ്ഞത് അവൾ ഇത്രയും കാലം ഒരുപാട് പെൺകുട്ടികളെ ഉപദ്രവിച്ചത്, റേപ്പ് ചെയ്തത് എല്ലാ കേസുകളും അവൾ കണ്ടു. അതിലെന്ത് ശിക്ഷ കിട്ടി എന്നുള്ളത് അവൾ പഠിച്ചു. അധികം പ്രതികളെ രക്ഷപ്പെടുകയാണ്. ഇയാളാണെങ്കിൽ ഒരുപാട് സ്വാധീനമുള്ളൊരു വ്യക്തിയാണ്. ഒരുപാട് രാഷ്ട്രീയ സ്വാധീനമുണ്ട്, ഒരുപാട് ബിസിനസ് ബന്ധങ്ങളുണ്ട്. അപ്പൊ ഇയാൾ തന്നെ ആ വീട്ടിലേക്ക് മറ്റൊരാളെ കൊണ്ടുവന്നിരുന്നു. ആ മറ്റൊരു യുവാവിനെ കൊണ്ടുവന്ന് അയാളെ ഇന്ന് ചോദ്യം ചെയ്യാനായിട്ട് പേട്ട സ്റ്റേഷനിൽ ഇരുത്തിയിരിക്കുകയാണ്. ആ ചോദ്യം ചെയ്യാനായിട്ട് എന്താണ് ഈ പെൺകുട്ടിയായിട്ടുള്ള ബന്ധം എന്നൊക്കെ ചോദിക്കാനും ഒക്കെ ആയിട്ട് ഒരാളെയും കൂടെ പിടിച്ചവിടെ സ്റ്റേഷനിൽ ഇരുത്തിയിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നപ്പം. അപ്പോൾ അവൾ നോക്കിയെടുത്ത് ഒരു പ്രതികളെയും കാര്യമായിട്ട് സ്വാധീനമുള്ള ഒരു പ്രതികൾക്കും കാര്യമായിട്ടുള്ള ശിക്ഷ ലഭിക്കുന്നില്ല. അവർ രക്ഷപ്പെട്ടു പോകുന്നു എന്നുള്ളത് തന്നെയാണ് അവൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ ശിക്ഷ ഞാൻ തന്നെ നടപ്പിലാക്കും. മുറിവേറ്റത് എനിക്കാണ്, ജീവിതം തകർന്നത് എന്റെയാണ്, ഇനി മാനസികമായി മുന്നോട്ട് പോകാൻ കഴിയാത്തത് എനിക്കാണ്. ആ ചിന്ത എനിക്കാണ്. എൻ്റെ പെറ്റമ്മയുടെ വയറ്റിൽ ഞാൻ കിടന്ന് പ്രസവിച്ച അമ്മയിൽ നിന്നും കിട്ടാത്ത ആ സംരക്ഷണം ഇനി എനിക്ക് ആര് തരും എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ അവൾ നമ്മളോട് ചോദിച്ചു. സത്യം പറഞ്ഞാൽ ആ ചോദ്യം കേട്ടാൽ നമുക്ക് അതിന്റെ
ആ കുട്ടി എന്തുമാത്രം സംഘർഷം അനുഭവിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊന്ന്, എനിക്ക് തോന്നുന്നത് ഈയിടെയായിട്ട് അമ്മമാര് അറിഞ്ഞുകൊണ്ട് പെൺകുട്ടികളെ ബലാത്സംഗത്തിലേക്ക് തള്ളിവിടുന്ന അല്ലെങ്കിൽ ഒത്താശ ചെയ്യുന്ന ഏകദേശം 10-18ഓളം കേസുകൾ ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു DGPന്റെയിൽ ആ കണക്കുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം അത് പുറത്തു വിടുമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന്, ഈ പെൺകുട്ടിയുടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വാളയാർ കേസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വാളയാർ കേസിലെ പെൺകുട്ടീനെ, മൂത്ത കുഞ്ഞിനെ ആദ്യം റേപ്പ് ചെയ്യപ്പെട്ടിരുന്നു. ആ റേപ്പ് ചെയ്തത് ആരാണെന്നുള്ളത് അമ്മയ്ക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു. ആ അമ്മയ്ക്ക് ശക്തമായി അയാളെ ഇനി എന്റെ വീട്ടിൽ കയറരുതെന്നോ അല്ലെങ്കിൽ പോലീസിനെ കൊണ്ടുവന്ന് ആ പ്രതിയെ അറസ്റ്റ് ചെയ്യിക്കാനോ കഴിഞ്ഞില്ല. ഓരോ കേസുകളും നമ്മളുടെ മുമ്പിൽ ഒരുപാടുണ്ട്. അവിടെ കൃത്യമായിട്ടുള്ള ഒരു ആരുടെ ഇടപെടൽ നടക്കാത്തത് കൊണ്ടാണ് രണ്ടാമതൊരു കുട്ടിയെ കൂടി കൊല്ലേണ്ടി വന്നത്. സാക്ഷിയായ കുട്ടിയെ കൂടി കൊല്ലേണ്ടി വന്നു. ഈ 2 കുഞ്ഞുങ്ങളെ കൊല്ലുകയാണ് ചെയ്തത്. ഇതിപ്പോ ആളുകളുടെ മാധ്യമ ശ്രദ്ധ കിട്ടുന്ന വിഷയങ്ങൾ മാത്രം ഒരുപക്ഷെ ശിക്ഷ കിട്ടിപ്പോവും. അല്ലാത്ത സ്വാധീനമുള്ള വിഷയങ്ങളിലെല്ലാം പ്രതികൾ രക്ഷപ്പെട്ട് നടക്കും. ഒരുപാട് കേസുകൾ, ഞാൻ ഇടപെട്ട കേസുകളിൽ പോലും ഇവരൊക്കെ കുറച്ച് ദിവസം റിമാൻഡിൽ കിടന്ന അല്ലെങ്കിൽ കൂടിപ്പോയ 3 മാസം ജയിലിൽ കിടന്നതിന് ശേഷം ആ വീട്ടിലേക്ക് പിന്നെയും വരികയും ആ വീട്ടിലെ റേപ്പ് ചെയ്യപ്പെട്ട കുട്ടി ഷെൽട്ടർ ഹോമിലാവുകയും ഇയാൾ വീണ്ടും ആ അമ്മേന്റെ അടുത്ത് വന്ന് താമസിക്കുകയും ചെയ്യുന്ന ഒരുപാട് കേസുകൾ നമ്മുടെ നാട്ടിൽ തന്നെ ധാരാളം നടക്കുന്നുണ്ട്. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. അവൾ കൃത്യമായിട്ട് ഈ വിഷയങ്ങൾ പഠിച്ചു. കാരണം അത്രയും മാനസികമായി തകർന്ന ഒരവസ്ഥയിലാണ് ആ പെൺകുട്ടി അതിനെ വീണ്ടും അതിനെ റേപ്പ് ചെയ്യാൻ വന്നപ്പോൾ ആ കുട്ടി സെൽഫ് ഡിഫൻസിനായി ആയുധമെടുത്തത്. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഇവിടെ ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കം ഉള്ളവർ ഇത് ധീരമായ നടപടിയെന്ന് പറഞ്ഞു. പൊതുവെ പൊതുസമൂഹമൊക്കെ ഈ പെൺകുട്ടിക്ക് ധാർമ്മികമായി വലിയ പിന്തുണ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോഴും ഇതൊരു അപകടകരമായ രീതിയാണെന്നൊരു അഭിപ്രായം കൂടി ഉണ്ടല്ലോ. ഈ നിലയിലേക്ക് സ്വയം പ്രതിരോധത്തിന് ശ്രമിക്കുമ്പോഴുണ്ടാകുന്ന അപകടങ്ങളും അതുണ്ടാക്കുന്ന മറ്റു പ്രശ്നങ്ങളെയും കൂടി കണക്കിലെടുക്കേണ്ടതില്ലേ? അത് സ്വീകാര്യമായ ഒരു മാർഗമായി പൊതുവെ നമുക്ക് ഇതിനെ വിലയിരുത്താൻ കഴിയുമോ? താങ്കളുടെ ഒരു അഭിപ്രായം എങ്ങനെയാണ് ആ വിഷയത്തിൽ? ക്രിമിനൽ ജൂറിസ്പ്രുഡൻസ് വളരെ കൃത്യമായി ആ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഡിറ്റീറന്റ് തിയറി ഓഫ് പണിഷ്മെന്റിനേക്കാൾ അഭികാമ്യമായിട്ടുള്ളത് മറ്റു രീതിയിലുള്ള പണിഷ്മെന്റ് തന്നെയാണ്. അതിൽ എനിക്കൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. ഇത് അനുകരിക്കാൻ പറ്റുന്ന ഒരു നടപടിയല്ല എന്നും അറിയാം. പക്ഷേ വർഷങ്ങളായി സ്ത്രീപീഡനം കേട്ട് മരവിച്ചൊരു സമൂഹത്തിന്റെ മുന്നിൽ ആശ്വാസമായി ഈ സംഭവം മാറിയെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അമ്മയെ കൊന്നാലും 2 അഭിപ്രായമുള്ള സ്ഥലത്ത് ഇന്ന് രാവിലെ മുതൽ വിവിധ ചാനലുകളിൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ കേട്ട ഞാൻ ഒരു ഭിന്ന സ്വരം ഇപ്പോൾ മാത്രമാണ് കേട്ടത്. ബാക്കി മുഴുവൻ പേരും കൊലക്കത്തി എടുത്ത് ഇങ്ങനെ ആളുകളെ കൊല്ലാൻ നടക്കുകയും അംഗച്ഛേദം നടത്തുകയും ചെയ്യണമെന്ന് അഭിപ്രായമുള്ളവരല്ല. പക്ഷേ ഇങ്ങനെയുള്ള ആളുകളെ വച്ചു പൊറിപ്പിക്കരുത്. ക്യാപിറ്റൽ പണിഷ്മെന്റ് ഈ റേപ്പിസ്റ്റുകൾക്ക് കൊടുക്കണമെന്ന് പറയുമ്പോൾ അവർക്ക് ഈ പ്രതികളുടെ മനുഷ്യാവകാശത്തെ കുറിച്ച് സംസാരിക്കുന്ന ചില ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തില്. കൊലക്കുറ്റം ചെയ്യുമ്പോൾ, ബലാത്സംഗം ചെയ്യുമ്പോൾ അന്നേരം പറയും അത് കഠിനമായി പോയി, പ്രതി വലിയ കുഴപ്പക്കാരനാന്നൊക്കെ പറയും. അവസാനം ശിക്ഷ വരുമ്പോ ആ പ്രതിയുടെ മനുഷ്യാവകാശത്തെ കുറിച്ച് മാത്രമേ സംസാരിക്കാൻ ആളെ കിട്ടൂ. ഇര അനുഭവിച്ച വേദന, ഇരയുടെ കുടുംബാംഗങ്ങൾ, ഈ കേസിൽ കുടുംബാംഗങ്ങൾ വേദനയൊന്നും അനുഭവിക്കുന്നതിൽ ഒത്താശ ചെയ്തവരാണ്. പക്ഷെ സാധാരണ കേസുകളിലൊക്കെ ഇരകളുടെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന വേദന നാം മറക്കുന്നില്ല. ഇവിടെ ആ പെൺകുട്ടി എന്തുകൊണ്ട് ഇത്രയും ദിവസം പ്രതികരിച്ചില്ല എന്നൊക്കെ ചോദിക്കുന്നവർ സൂര്യനെല്ലി കേസിലും ഇത് തന്നെയാണ് പറഞ്ഞത്. 40-40 ദിവസം പലയിടത്തായി പോയില്ലേ, എന്തുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടുകൂടായിരുന്നോ? ഇതൊക്കെ അവനവൻ അനുഭവിക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. ഒരു പ്രതിസന്ധിയിൽപ്പെട്ട്, അപകടത്തിൽപ്പെട്ട് അതിൽ നിന്ന് കരകയറാൻ കഴിയാതെ വേദനിക്കുന്ന ഓരോ ആത്മാക്കളുടെയും പിടച്ചിലുകൾ മനസ്സിലാകണമെങ്കിൽ അത്തരമൊരു അനുഭവം സ്വന്തം കുടുംബത്തിൽ എവിടെയെങ്കിലും ഉണ്ടാകണം. അല്ലാതെ നമുക്കൊക്കെ പറയുവാൻ എളുപ്പമാ. ഇതുപോലെയുള്ള പഠിച്ച കള്ളന്മാര് ഇതുപോലെ ആളുകളെയൊക്കെ വേദനിപ്പിക്കുമ്പോൾ അതിന് കാവ്യയുടെയും പൗരോഹിത്യത്തിന്റെയും മേലങ്കി കൊണ്ട് അവരെ സംരക്ഷിക്കാൻ പാടില്ല. അവരെ കുറ്റവാളികളായിട്ട് മാത്രം കാണണം. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ ഒരു ആനുകൂല്യവും, ഒരു ലൂപ്പ് ഹോൾസും, ഒരു എക്സെപ്ഷൻസും ഇവർക്ക് വേണ്ടി കരുതി വെക്കാൻ പാടില്ല. മാനസിക നിലയാണെങ്കിൽ പോലും അതൊരു ജനറൽ എക്സെപ്ഷൻ ആണെങ്കിലും അതുപോലും ഇക്കൂട്ടർക്കായി ഒരുക്കി വെക്കുന്നത് ഇന്ത്യയിലെ നിയമവ്യവസ്ഥയെ കളങ്കപ്പെടുത്താൻ മാത്രമേ ഉപകരിക്കൂ എന്ന കാര്യത്തിൽ സംശയമില്ല. ഡൽഹി പീഡന കേസിലെ പ്രതികള് BBC-ക്ക് നൽകിയ ഇന്ത്യാസ് ഡോട്ടർ എന്ന് പറയുന്ന ആ ഒരു അഭിമുഖത്തിൽ പറയുന്നത് അത് തന്നെ. 9 മണി കഴിഞ്ഞിട്ട് എന്തിനാ പുറത്തിറങ്ങി, അതുകൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചതെന്ന് പറയാൻ ഒരുപാട് ന്യായം കാണും. പക്ഷെ അതൊന്നും ഒരു പെൺകുട്ടിയെ, സ്ത്രീയെ ആക്രമിക്കാനുള്ള ലൈസൻസ് അല്ല. അങ്ങനെ ലൈസൻസായി കാണുന്ന സ്ത്രീ പീഡകർക്കുള്ള കൃത്യമായ താക്കീതാണ് ഈ സംഭവം. അതിൽ ആ കുട്ടിയെ അഭിനന്ദിക്കാതിരിക്കാൻ നിർവാഹമില്ല. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. ശ്രീമതി ബിന്ദു കൃഷ്ണ ആ അഭിപ്രായത്തോട് പൂർണ്ണമായും യോജിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഡോക്ടർ KS ഡേവിഡ്, ഇവിടെ ഇപ്പോൾ അനീതിക്കെതിരെ പോരാടുന്നവർ സമൂഹത്തിൽ ഒരു ഐക്കണായി മാറാറുള്ളത് നമ്മുടെ ഒരു രീതിയാണ്.
ഈ പെൺകുട്ടിയുടെ പോരാട്ടം ആ നിലയ്ക്ക് ഇപ്പോൾ തന്നെ ഉദാത്ത മാതൃക എന്ന് വിശേഷിപ്പിച്ച് കഴിയുകയും ചെയ്തു. താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഇത് പൊതുവെ സ്ത്രീകൾക്ക് ഒരു വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന ഘടകമായി വരും കാലങ്ങളിൽ വിലയിരുത്തപ്പെടുമെന്ന്? വൈകാരികമായി പ്രതികരിക്കുമ്പോൾ ഇതൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഇത് പ്രധാനപ്പെട്ട കാര്യം, പലരും ഇത് പ്രതികരിക്കുന്നത് എനിക്ക് കഴിയാത്ത കുട്ടി ചെയ്തു എന്നുള്ളൊരു ആത്മസംതൃപ്തി കൊണ്ടാണ്. പക്ഷെ അതിനേക്കാളൊക്കെ മുമ്പ് നമ്മൾ വിശദമായിട്ട് ഇതിൻ്റെ സാമൂഹ്യ മനഃശാസ്ത്ര ഘടകങ്ങൾ പഠിക്കണം. ഇന്ന് ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള എല്ലാ ബലാത്സംഗ പീഡന കേസുകളിലും വളരെ ഈ കുട്ടിയുമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരു സ്ത്രീ ഇൻവോൾവ്ഡാണ്. അത് എങ്ങനെ സംഭവിക്കുന്നു? സ്വന്തം കുട്ടിയുടെ അവിഹിത ഗർഭത്തിൻ്റെ ഉത്തരവാദി സ്വന്തം പിതാവാണെന്ന് പറയാൻ കുട്ടിയെ പ്രേരിപ്പിക്കുന്ന ഒരു മതപരമായ ചിന്ത അല്ലെങ്കിൽ ആത്മീയ ചിന്ത, അതല്ലെങ്കിൽ മറ്റു തരത്തിൽ പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി എന്തും സഹിക്കുന്ന പ്രവണത, ഇതൊക്കെ നമ്മൾ കാണണം. അപ്പോഴാണ് ഈ കുട്ടികൾ നേരത്തെ ബിന്ദുകൃഷ്ണ പറഞ്ഞ പോലെ നിസ്സഹായരായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ പ്രതികരിക്കാൻ തയ്യാറാവുന്നത്. അതൊരു മോഡലല്ല, ഒരിക്കലും മോഡലാണെന്ന് ഞാൻ കാണുന്നില്ല. പക്ഷേ അത്തരം ഒരു അവസ്ഥയിൽ കുട്ടിയെ കൊണ്ടെത്തിക്കുന്ന മാനസിക സാമൂഹിക ഘടനകൾ, ആ സങ്കേതങ്ങൾ അതെന്താണെന്ന് മനസ്സിലാക്കി വളരെ പങ്കുണ്ട്. പോലീസിംഗ് ഇതൊന്നും കൃത്യമല്ലാത്തതിന്റെ ദുരന്തം അത് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി വേണം ഇതിനൊരു പരിഹാരമാർഗം തേടാൻ. അല്ല കാണുന്നവർക്കുള്ള ആയുധമെടുത്ത് കാണുന്ന ആളുകളുടെ ലൈംഗിക അവയം വിച്ഛേദിക്കണം എന്നല്ല. ഇപ്പം ഇന്ന് ഖത്തറിൽ നിന്ന് റിപ്പോർട്ട് വന്നു. സ്വന്തം ഭാര്യയുടെ ചാരിത്രം എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ ഫോണിൽ അവളുടെ കാലിൻ്റെ പാദങ്ങൾ കാണുന്ന ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ കണ്ടു എന്നുള്ളൊരൊറ്റ കാര്യം കൊണ്ട് ഭർത്താവ് സംശയിക്കുകയും പുറത്തു പോകുമ്പോൾ കടുത്ത ഒരു പശ ഉപയോഗിച്ചുകൊണ്ട് അവളുടെ ജനനേന്ദ്രിയത്തിൽ ഒഴിച്ചു വെച്ച് പോവുകയും ചെയ്തു. അവൾക്ക് പ്രാഥമിക കർമ്മങ്ങൾ ചെയ്യിക്കാൻ പറ്റാതെ വരുന്നതുകൊണ്ട് ഇപ്പോൾ ആശുപത്രിയിൽ പോയി ആശുപത്രിക്കാർ റിപ്പോർട്ട് ചെയ്തു. അതൊരു കേസായിരിക്കുകയാണ്. ഇത് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർ എന്ന് പറയുന്ന ന്യൂസ് റിപ്പോർട്ടർ എന്ന് പറയുന്ന ഒരു ചാനലാണ്. ഇതാണ് ഈ രാജ്യത്ത് നടക്കുന്നത്. അപ്പോൾ പലതരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നത്. എന്നിട്ട് പോലീസിൻ്റെ ഭാഷ എന്ന് പറഞ്ഞാൽ ഈ ചെയ്ത ആൾക്ക് ഒരു ചെറിയ ശിക്ഷ കൊടുക്കുന്ന കേസാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. പെൺകുട്ടിക്കാണ് 50 അടി കൊടുക്കണമെന്നുള്ള ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെ പലതരത്തിൽ സാമൂഹ്യ രീതികളനുസരിച്ച് കാണുമ്പോൾ കുട്ടികൾ നിസ്സഹായരാവും. അവരെന്തെങ്കിലും ചെയ്യേണ്ടി വരും. ആ ചെയ്യുന്നത് ആലോചിച്ചോ പ്രവർത്തിച്ചോ ആയിരിക്കില്ല. കടുത്ത പ്രതികരണങ്ങളാണ് ചിലപ്പോൾ ഉണ്ടാകുന്നത്. അത് ഞാനായാലും നിങ്ങളായാലും ഒക്കെ ഇത്തരം ഒരു പ്രതികരണത്തിൽ നിസ്സഹായ അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ, നീതി നിഷേധിക്കപ്പെടുമ്പോൾ, ഒരു തരത്തിലും നീതി ലഭിക്കില്ല എന്ന് വരുമ്പോൾ ഇത്തരം പ്രതികരണം നമ്മൾ നടത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജോർജ് ജോസഫ്, അവസാനമായി ഈ പെൺകുട്ടിക്ക് നിയമപരിരക്ഷ കിട്ടില്ല എന്നാണോ താങ്കൾ പറഞ്ഞു വെക്കുന്നത്? ഇല്ല, നിയമപരിരക്ഷ തീർച്ചയായിട്ടും കിട്ടും, അതിന് ആരും സംശയമില്ല. പക്ഷേ ഈ കുട്ടിയുടെ വെർഷനാണ് നമ്മളിപ്പം ചാനലിൽ കൂടെ എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. ആ സ്വാമിയുടെ വെർഷനൊന്നും നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. എന്തായാലും പോലീസ് ഈ രണ്ടുപേരുടെയും കേസെടുത്തിട്ട് അതിൻ്റെ സത്യസ്ഥിതി അനുസരിച്ച് ഒരു കേസ് റെഫർ ചെയ്ത് കളയണമെങ്കിൽ റെഫർ ചെയ്ത് കളയാം. പക്ഷേ കേസ് രണ്ടും എടുക്കണം. സത്യം ഏതാണെന്ന് പോലീസ് കണ്ടുപിടിക്കട്ടെ. അതുകൊണ്ട് രണ്ടുപേരുടെയും മൊഴി പകർത്തി കേസെടുത്തിട്ട് അതിൻ്റെ സത്യസ്ഥിതിയെ മെഡിക്കൽ ഗ്രൗണ്ടിലും നിയമപരമായും നോക്കിയിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ ഈ രണ്ട് കേസും ചാർജ് കോടതി കൊടുത്തു കഴിഞ്ഞാൽ കോടതി രണ്ട് കേസ് കൂടെ പരിശോധിച്ചിട്ട് അതിനകത്ത് പ്രൈവറ്റ് ഡിഫൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് സാമ്യം സൃഷ്ടിച്ച് അങ്ങ് അകത്തോട്ട് വിട്ടോളും. അപ്പോൾ അതാണ് പോലീസ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു വർഷം മാത്രം ജോർജ് ജോസഫ്, ഇരയ്ക്കും വേട്ടക്കാരനും ഒരു നീതി അല്ലല്ലോ. ഇരയ്ക്കും വേട്ടക്കാരനും കിട്ടേണ്ട നീതി അത് തുല്യനീതി അല്ലല്ലോ കിട്ടേണ്ടത്. അപ്പോൾ ഈ കേസെടുക്കുക എന്നൊക്കെ പറയുന്നത് വെറുതെ അങ്ങ് പറയാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. അല്ല, അത് നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. അത് അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. അത് തുല്യനീതി അല്ല. അവർക്ക് നീതി കിട്ടും, തീർച്ചയായിട്ടും പോലീസ് നീതി അത് കോടതിയും കൊടുക്കും. പക്ഷേ രണ്ടുപേരുടെയും ഭാഗങ്ങൾ നമ്മൾ, കാരണം ഇതിനകത്ത് വളരെ ദുരൂഹമാണ് ആ കേസിൻ്റെ സ്വഭാവം കേട്ടിട്ട്. കാരണം ഒരു ഇമ്പോർട്ടൻസി, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഒരു ഇമ്പോർട്ടൻസി ടെസ്റ്റ് ആവശ്യമാണ്. സ്വാമി ഇതിനൊരു അതൊക്കെ പിന്നീടല്ലേ ശ്രീ ജോർജ് ജോസഫ്. നമുക്ക് താങ്കളുടെയും എന്റെയും കേൾവിയും നമ്മൾ ലഭിച്ച വിവരങ്ങളും അനുസരിച്ച് നോക്കണം. അത് പോലീസ് ഇപ്പൊ നോക്കേണ്ടതാണ്. അല്ല, നമ്മൾക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് നോക്കിയാൽ ഈ പെൺകുട്ടി പറയുന്നത് അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ട്, കണ്ണികൾ വിട്ടുപോയിട്ടുണ്ടെന്നൊന്നുമില്ലല്ലോ. ധന്യരാമൻ താങ്കളുടെ അടുത്തുണ്ട്. അവർ ഈ പെൺകുട്ടിയെ കണ്ടതാണ്. അവർ പറയുന്നത് മുഴുവൻ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്ന വസ്തുതകൾ തന്നെയല്ലേ? അല്ല, ധന്യരാമൻ പറഞ്ഞത് ഞാൻ അതേപടി വിശ്വസിച്ചു. പക്ഷെ വേറൊരു കാര്യമുണ്ട്. 18 വയസ്സ് മുതൽ 21 വയസ്സ് വരെ 5 വർഷം ഈ പെൺകുട്ടി എന്ത് ചെയ്യുകയായിരുന്നു?
5 വർഷത്തെ ഒരു ഇതേ ചോദ്യമാണ് ഒരു ഹൈക്കോടതി ജഡ്ജി നേരത്തെ സൂര്യനെല്ലി കേസിൽ ചോദിച്ചത്. നിനക്ക് ഒന്ന് ഇറങ്ങി ഓടാമായിരുന്നില്ലേ, അല്ലെങ്കിൽ നിനക്ക് അവിടുന്ന് വിളിച്ച ആളിനെ കൂട്ടാമായിരുന്നില്ലേ, അല്ലെങ്കിൽ ഉറക്ക അലറിക്കൂടായിരുന്നോ എന്ന് ഹൈക്കോടതി ജഡ്ജി പിന്നീട് പൊതുസമൂഹവും ഒക്കെ സൂര്യനെല്ലിയിലെ പെൺകുട്ടിയോട് ചോദിച്ചു. അതേ ചോദ്യം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു എന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യാൻ നമ്മുടെ സഹോദരിമാരെ പ്രേരിപ്പിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഈ ഘട്ടത്തിൽ പറയാനില്ല. അങ്ങനെ ഒരു ജഡ്ജി ചോദിച്ചെന്ന് വിചാരിച്ച് നമ്മൾ അതിനെ മോശമായിട്ട് കണക്കാക്കരുത്. അതിനെ മോശമായിട്ട് ചോദിച്ചാൽ 5 വർഷം അവർക്കത് സഹിക്കേണ്ടി വരുന്ന അവരുടെ കുടുംബ സാഹചര്യം, സാമൂഹിക പശ്ചാത്തലം, അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങൾ, അതിനെപ്പറ്റി കൂടി നമ്മൾ ചോദിക്കേണ്ടേ. അതല്ലാതെ ആ പെൺകുട്ടിയെ പ്രതിക്കൂട്ടിൽ നിർത്തി 5 വർഷം നീ എന്തെടുക്കുകയായിരുന്നു എന്ന് ചോദിക്കുന്നതിന് ആ ചോദ്യം സൂര്യനെല്ലി പെൺകുട്ടിയോട് ചോദിച്ചു. അതേ ചോദ്യമാണ് ഇവിടെയും മുഴങ്ങുന്നത്. നമ്മൾ അങ്ങനെയല്ല, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. പോലീസ് ഉദ്യോഗസ്ഥന് അല്ല ഞാൻ ആ സാഹചര്യം, ഈ താങ്കൾ പറഞ്ഞതും അന്ന് ആ ജഡ്ജി ചോദിച്ചതും തമ്മിലുള്ള സാഹചര്യം ഒന്ന് താരതമ്യം ചെയ്തു എന്നേ ഉള്ളൂ. എഡിറ്റേഴ്സ് അവർ അവസാനിക്കുന്നു. നമസ്കാരം.